ഹായ് ഫ്രണ്ട്സ്, നമ്മള് ഇന്ന് ഭരണഘടനയിലെ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന ഭാഗമാണ് പഠിക്കുന്നത്. ഭരണഘടനയിലെ ഏത് ഭാഗത്താണ് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്ന ഒരു പാർട്ട് ഉൾപ്പെടുത്തിയിട്ടിരുന്ന ഭരണഘടനയിലെ ഏത് ഭാഗത്താണ്? ഭാഗം 4-ലാണ് കേട്ടോ. ഭാഗം 4-ലാണ് മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി മാർഗനിർദ്ദേശക തത്വങ്ങൾ അഥവാ DPSP. ഞാൻ ഷോർട്ട് ഇനി പറയുള്ളേ. DPSP എന്ന് പറഞ്ഞാൽ എന്താണ്? DPSP എന്ന് പറഞ്ഞാല് ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ചെയ്തു? അവരുടെ സ്വപ്നങ്ങളൊക്കെ ഇങ്ങനെ ഉൾപ്പെടുത്തിയിട്ട് ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട് എന്തൊക്കെ നിർദ്ദേശം ഭരണകൂടത്തിന് കൊടുക്കാൻ പറ്റുമോ അതെല്ലാം ഉൾപ്പെടുത്തിയിരിക്കുന്നതാണ് DPSP എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാല് ഭരണഘടനാ നിർമ്മാതാക്കൾ ഭരണകൂടത്തിന് കൊടുക്കുന്ന ഉപദേശങ്ങൾ എന്ന് വേണമെങ്കിലും നമുക്ക് DPSPയെ ചുരുക്കി പറയാം. അവരുടെ സ്വപ്നങ്ങളാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ക്ഷേമരാഷ്ട്രം എന്ന് പറയുന്നത് എങ്ങനെയായിരിക്കണം, അതിനു വേണ്ടിയിട്ട് സ്റ്റേറ്റ് എന്തൊക്കെയാണ് ചെയ്യേണ്ടത് എന്നൊക്കെയാണ് മാർഗനിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇനി നമ്മൾ നമുക്കറിയാം ഈ ഭരണഘടനയില് ഓരോ ഭാഗത്തിനും ഓരോ പിക്ചേഴ്സ് ഉണ്ട്. അഡീഷൻ പോയിന്റാ പറയുന്നത്. ഓരോ പിക്ചേഴ്സ് ഉണ്ട്. അങ്ങനെ പാർട്ട് 1 ആമുഖത്തിൽ ഒരു പിക്ചേഴ്സ്, നമുക്കറിയാലോ അജന്ത എല്ലോറ കേവ്സ് ഒക്കെ വെച്ചിട്ട് അങ്ങനെ ഒരുപാട് പിക്ചേഴ്സ് ഉണ്ട്. ആ പിക്ചേഴ്സ് അതൊക്കെ ഭരണഘടനയിൽ എടുത്തിട്ടുണ്ടായിരിക്കും. എടുത്തിട്ടില്ലെങ്കിൽ നമുക്കത് എടുക്കാം, പറഞ്ഞാൽ മതി. ഇപ്പോ ഇവിടെ ഈ ഭാഗം 4-ല് നമ്മുടെ ഭരണഘടനയില് പിക്ചേഴ്സ് വരച്ചിട്ടുണ്ടല്ലോ. ഭരണഘടന എഴുതി തയ്യാറാക്കിയപ്പോ ഓരോ പിക്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. ഈ ഭാഗം 4-ല് എന്ത് പിക്ചറാണ് കൊടുത്തിട്ടുള്ളത്? എന്ത് പിക്ചറാ കൊടുത്തിട്ടുള്ളതെന്ന് അറിയോ? കോൺവെർസേഷൻ ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് അർജുന, അതായത് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംഭാഷണം. മഹാഭാരത യുദ്ധമൊക്കെ കേട്ടിട്ടുണ്ടാവും. കൂടുതൽ ചരിത്രം അതുപോലെയുള്ള കഥകളിലേക്കൊന്നും പോകുന്നില്ല. മഹാഭാരത എന്ന് കേട്ടിട്ടുണ്ടാവുമല്ലോ. മഹാഭാരതത്തിന്റെ യുദ്ധം ഉണ്ടല്ലോ. യുദ്ധത്തിന് മുൻപ് കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദം അല്ലെങ്കിൽ അവരുടെ സംസാരം, അങ്ങനത്തെ ഒരു പിക്ചറാണ് ഭാഗം 4-ല് DPSPയുടെ ഭാഗത്ത് കൊടുത്തിട്ടുള്ളത്. മനസ്സിലായോ? കോൺവെർസേഷൻ ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് അർജുന. ജസ്റ്റ് അറിയാൻ വേണ്ടി പറഞ്ഞു എന്നുള്ളൂ. ചിലപ്പോ ഒരു കാലത്ത് അതും ചോദിച്ചില്ലെന്ന് പറയാൻ പറ്റില്ല, അതുകൊണ്ടാണ് കേട്ടോ. ഇനി അടുത്തത്, അപ്പൊ നമ്മൾ പറഞ്ഞു എന്താണ് DPSP, എന്തിനു വേണ്ടിയിട്ടാണെന്നാ പറഞ്ഞത്? ഭരണഘടനാ നിർമ്മാതാക്കള് ഭരണകൂടത്തിന് നൽകുന്ന ഉപദേശങ്ങൾ അല്ലെങ്കിൽ അവരുടെ സ്വപ്നങ്ങൾ എന്തിനു വേണ്ടിയിട്ട്? ഒരു ക്ഷേമ രാഷ്ട്രം അഥവാ വെൽഫെയർ സ്റ്റേറ്റിന് വേണ്ടിയിട്ട് ഒരു എന്തൊക്കെ ചെയ്യാൻ പറ്റും എന്നുള്ളതൊക്കെ കൊടുത്തിട്ടുള്ളതാണ് നിർദ്ദേശക തത്വങ്ങളിൽ അഥവാ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയിൽ കൊടുത്തിട്ടുള്ളത്. ഓക്കെ അല്ലേ? ഇനി നമ്മളിത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? എവിടുന്നാണ്? ബോറോഡ് ഫ്രം ദ ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞാൽ അതായത് അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്നാണ് ഇന്ത്യ DPSP എന്ന ആശയം കടമെടുത്തിരിക്കുന്നത്. ഓക്കെ അല്ലേ? ഇനി അയർലൻഡ് എവിടുന്നാണ് കടമെടുത്തിട്ടുള്ളത്? സ്പെയിനിന്റെ ഭരണഘടനയിൽ. അപ്പൊ നമുക്കിപ്പോ ഓപ്ഷനില് അയർലൻഡ് എന്ന് കൊടുക്കാം, സ്പെയിൻ എന്ന് കൊടുക്കാം. പിന്നെ നമ്മൾ എവിടുന്നൊക്കെ കടമെടുത്തിട്ടുള്ള ആ രാജ്യങ്ങളൊക്കെ 4 ഓപ്ഷൻ കൊടുത്തു. അപ്പൊ നമുക്ക് ഇങ്ങനെ കൺഫ്യൂഷൻ വരാൻ പാടില്ല. അയർലൻഡ് ആണ് സ്പെയിനിന്റെ ഭരണഘടനയിൽ നിന്ന് കടമെടുത്തത്. നമ്മൾ എവിടുന്നാണ് എടുത്തത്? അയർലൻഡിന്റെ ഭരണഘടനയിൽ നിന്ന്. അതാണ് ബോറോഡ് ഫ്രം ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് പറഞ്ഞിട്ട് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഇനി ഈ DPSP എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമാണോ എന്ന് ചോദ്യമുണ്ട്. അപ്പൊ നമ്മൾ പറയും അല്ല, ന്യായവാദത്തിന് അർഹമല്ല. നിർദ്ദേശക തത്വങ്ങൾ സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് സോഷ്യൽ ആൻഡ് എക്കണോമിക് റൈറ്റ് ആണ് DPSP എന്ന് പറയുന്നത്. ഒരു സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളാണ്. അത് ന്യായവാദത്തിന് അർഹമല്ല. പക്ഷേ ഫണ്ടമെന്റൽ റൈറ്റ്സ് അഥവാ മൗലികാവകാശം എന്ന് പറയുന്നത് ജസ്റ്റീസിയബിൾ ആണ്. അതൊക്കെ വരുന്ന സ്ലൈഡിലുണ്ട്, എന്നാൽ ഞാൻ പറഞ്ഞു എന്നുള്ളൂ. ഓക്കെ അല്ലേ? ഇനി ഏത് ഭാഗത്താണെന്നാ പറഞ്ഞത്? ഭാഗം 4-ലാണ്. ഭാഗം 4. ഇനി ആർട്ടിക്കിൾസ് ഏതൊക്കെയാ വരുന്നത്? 36 മുതൽ 51 വരെ ഭാഗം 4-ൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. അതിലാണ് DPSPയെ കുറിച്ച് പറയുന്നത്. ഓക്കെ അല്ലേ? ജസ്റ്റ് ഒരു ഇൻട്രൊഡക്ഷൻ ആണ്. ഇതിന്ന് ക്വസ്റ്റ്യൻ വരാം. ഏത് ബോറോഡ് ഫീച്ചേഴ്സിൽ
വരുന്നതാണ് DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ് കടമെടുത്തിട്ടുള്ളത്? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ. പ്രീവിയസ് ക്വസ്റ്റ്യൻ ആണ്. ഇനി ഇപ്പോ മുൻപ് നടന്നിട്ടുള്ള LDCന്റെ തന്നെ ആദ്യഘട്ടത്തിൽ ചോദിച്ചിട്ടുണ്ട് സ്റ്റേറ്റ്മെന്റ്. ഖാദി ബോർഡിലാണോ മറ്റേതിലാണോ എനിക്കറിയില്ല, തിരുവനന്തപുരം LDCയിലാണോ എന്നറിയില്ല. സ്റ്റേറ്റ്മെന്റ് ആയി കൊടുത്തിട്ടുണ്ടായിരുന്നു നിർദ്ദേശക തത്വങ്ങൾ ന്യായവാദത്തിന് അർഹമാണെന്നോ അങ്ങനെ എങ്ങാണ്ടാ കൊടുത്തത്. ഓപ്ഷൻസ് ഏതാണ്ട് തെറ്റായ പ്രസ്താവന ശരി അങ്ങനെ എന്തോ ആണ് ഓപ്ഷനിൽ വന്നിട്ടുള്ളത്, ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത്. അപ്പൊ എന്താണ് DPSP? നോൺ ജസ്റ്റിസിയബിൾ അഥവാ ന്യായവാദത്തിന് അർഹമല്ല. ഓക്കെ ആണോ? ഇനി ഏത് ഭാഗത്താണ്? ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് DPSPയിലുള്ളത്. ഓക്കെ അല്ലേ? ഇനി അടുത്ത സ്ലൈഡിലേക്ക് പോട്ടെ. നമ്മൾ പറഞ്ഞു എന്താണ് സ്റ്റേറ്റ് പോളിസി ആണെന്ന് പറഞ്ഞു. എന്തിനു വേണ്ടിയിട്ട്? ഫോർ ദ വെൽഫെയർ ഓഫ് ദ സ്റ്റേറ്റ്, സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്. ഇനി നമ്മള് 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ട് ആണ് നമ്മുടെ ഭരണഘടനയുടെ പിൻബലം എന്ന് പറയുന്നത്. അതിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മുടെ ഭരണഘടന തയ്യാറാക്കിയിട്ടുള്ളത് എന്നൊക്കെ പറഞ്ഞു. ഈ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് ഒരു ഭാഗത്ത് പറഞ്ഞിട്ടുണ്ട് ഈ ബ്രിട്ടീഷ് പാർലമെന്റ് ആയിരുന്നല്ലോ അന്ന് ഇന്ത്യ ഭരിച്ചിരുന്നത്, അവരെങ്ങനെ ഇന്ത്യയിൽ ഭരിക്കണം എന്ന് പറഞ്ഞിട്ട് ഒരു ഭാഗം പറഞ്ഞിട്ടുണ്ട്. ആ സെയിം പോളിസി തന്നെയാണ് നമ്മൾ ഇന്ത്യ കടമെടുത്തിട്ടുള്ളത്. 1935 ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എന്താ പറഞ്ഞത്? ബ്രിട്ടീഷ് ഗവൺമെന്റ് എങ്ങനെ ഇന്ത്യയിൽ ഭരിക്കണം എന്ന് പറഞ്ഞത് ബ്രിട്ടീഷ് പാർലമെന്റ്. അപ്പൊ അതുപോലെ തന്നെ നമ്മുടെ അതിനോടുള്ള ആ തത്തുല്യമായിട്ടുള്ള ആശയം ഇന്ത്യൻ ഗവൺമെന്റ് എന്ത് ചെയ്തു? നമ്മുടെ ഭരണഘടന ഉണ്ടാക്കുന്ന സമയത്ത് ഈ ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ചെയ്തു? കടമെടുത്തു. അത് തന്നെയാണ് DPSPയിലും പറയുന്നത്. ഇപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വരികയാണ്, ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് ഈക്വൽ ടു എന്ന് പറയുകയാണെങ്കിൽ അതെന്താണ്? DPSP അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ. നിർദ്ദേശക തത്വങ്ങൾ എന്നും പറയാം, മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് കൊടുത്താലും ഒന്ന് തന്നെയാണ്. ഇനിയിപ്പോ DPSP എന്നോ അല്ലെങ്കിൽ ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി എന്ന് പറഞ്ഞാലും ഒന്ന് തന്നെയാണ്. ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ ഈക്വൽ ടു DPSP എന്നാണ്. ഓക്കെ അല്ലേ? ഇനി നമ്മൾ പറഞ്ഞു ഈ DPSPയിൽ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു സ്റ്റേറ്റ് പോളിസിയാണ്. ഇപ്പൊ നിയമം ഉണ്ടാക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? DPSPനെ ബേസ് ചെയ്തിട്ടേ ഒരു സ്റ്റേറ്റ് നിയമം ഉണ്ടാക്കാൻ പറ്റുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതിനോടനുബന്ധിച്ചിട്ട് DPSPയിൽ തന്നെ ഒരു ആർട്ടിക്കിൾ കൊടുത്തിട്ടുണ്ട്. ആർട്ടിക്കിൾ അഥവാ അനുച്ഛേദം 37. 37 എന്താ പറഞ്ഞിട്ടുള്ളത്? സോറി, ദീസ് പ്രിൻസിപ്പിൾസ് ആട്ടോ, ദർ പ്രിൻസിപ്പിൾസ് എന്നല്ല. These principles are fundamental in governance of the country and it shall be the duty of the state to apply these principles in making law. അതായത് ഇതെന്താണ്? ഭരണം നടത്തുമ്പോൾ അടിസ്ഥാനമാണ്. ഈ തത്വങ്ങൾ ഭരണം നടത്തുമ്പോൾ ഒരു രാജ്യത്ത് അടിസ്ഥാനമാണ്. ഇനി ഒരു സ്റ്റേറ്റിന്റെ ഡ്യൂട്ടിയാണ് എന്ത്? ഈ നിർദ്ദേശക തത്വങ്ങൾ ഉപയോഗിച്ചിട്ട് നിയമം ഉണ്ടാക്കുക. അതായത് നിയമനിർമ്മാണം നടത്തുമ്പോൾ ഒരു സ്റ്റേറ്റ് എന്താ ചെയ്യേണ്ടത്? DPSPയെ അടിസ്ഥാനമാക്കിയിട്ട് വേണം നിയമനിർമ്മാണം നടത്താൻ. അതായത് രാജ്യം എന്ത് നിയമം ഉണ്ടാക്കുമ്പോഴും അല്ലെങ്കിൽ നയം നടത്തുമ്പോഴും നയം രൂപീകരിക്കുമ്പോഴും അടിസ്ഥാനമാക്കേണ്ടത് എന്താണ്? ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസിയെയാണ്. അതായത് ഒരു രാജ്യത്തിന്റെ ഭരണ സംവിധാനം അല്ലെങ്കിൽ നിയമനിർമ്മാണം എന്ന് പറയുന്നതിന്റെ ആധാരം എന്ന് പറയുന്നത് മാർഗനിർദ്ദേശക തത്വങ്ങളാണ് എന്നാണ് പറയുന്നത്. അതിൽ നിന്ന് തന്നെ മനസ്സിലാക്കാം DPSP എന്ന് പറയുന്നത് നോൺ ജസ്റ്റിസിബിൾ ആണെന്ന്. മനസ്സിലായോ? ഇനി ഈ ആർട്ടിക്കിൾ ഞാൻ പറയില്ല. ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ്. അപ്പൊ 37 എന്താണ് പറയുന്നത്? സ്റ്റേറ്റ് പോളിസി ആണെന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ അത് എടുത്തു പറഞ്ഞിട്ടുള്ളതാണ്. അനുച്ഛേദം 37 ഇതിനെ കുറിച്ച് പറയുന്നത്. എന്താ പറയുന്നത്? These principles are fundamental in governance of the country and it shall be the duty of the state to apply these principles in making law. അതായത് രാജ്യം എന്ത് നിയമനിർമ്മാണം നടത്തുമ്പോഴും നയങ്ങൾ രൂപീകരിക്കുമ്പോഴും അടിസ്ഥാനമാക്കേണ്ടത് DPSPയെ ആണെന്നും ഇനിയിപ്പോ ഭരണ സംവിധാനത്തിലോ നിയമനിർമ്മാണത്തിലോ എന്ത് ചെയ്യണം? ഒരു സ്റ്റേറ്റ് അപ്ലൈ ചെയ്യേണ്ടത് DPSPയെ ബേസ് ചെയ്തുകൊണ്ടായിരിക്കണം. ഓക്കെ അല്ലേ? ഓക്കെ ആണോ? ഈ 37ാമത്തെ അനുച്ഛേദം പറയില്ല, ഇവിടെ പറഞ്ഞിട്ടുണ്ട്. ഇനി നമ്മൾ ഓരോ അനുച്ഛേദങ്ങളും സെപ്പറേറ്റ് പഠിക്കുമ്പോൾ അത് പറയില്ല കേട്ടോ. ഓക്കെ അല്ലേ? ഇനി
കുറച്ച് കാര്യങ്ങൾ പറയാം. നമ്മുടെ DPSP ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പ്രചോദനമായ രണ്ട് വിപ്ലവങ്ങളുണ്ട്. ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങൾ എന്ന് പറഞ്ഞിട്ട് 10ാം ക്ലാസ്സില് സാമൂഹ്യശാസ്ത്രത്തിൽ പഠിക്കാനുണ്ട്. നമ്മൾ പഠിച്ചിട്ടുണ്ടാവാം. അമേരിക്കൻ സ്വാതന്ത്ര്യ സമരം, അതുപോലെ ഫ്രഞ്ച് വിപ്ലവം, പിന്നെ ഏതൊക്കെയാ പഠിച്ചേ? റഷ്യൻ വിപ്ലവം, ചൈനീസ് വിപ്ലവം, പിന്നെ ഒരുപാട് ലാറ്റിൻ അമേരിക്കൻ വിപ്ലവങ്ങളുണ്ട്. ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള പറഞ്ഞിട്ടുള്ളത്. പിന്നെ ഇംഗ്ലണ്ടിലെ മഹത്തായ വിപ്ലവം. ഇങ്ങനെ ഒരുപാട് വിപ്ലവങ്ങളുണ്ട്. ഈ വിപ്ലവങ്ങളൊക്കെ പരസ്പരം ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഒന്ന് മറ്റൊന്നിനും പ്രചോദനം ആയിട്ടുള്ളതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ വിപ്ലവങ്ങളാണ് ഈ DPSP നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾക്കൊള്ളിക്കുന്നതിന് പ്രചോദനമായത്? ഒരു ചോദ്യം വന്ന ഏതൊക്കെ വിപ്ലവങ്ങളാണ്? ഒന്ന്, അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം. എന്താണ്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അതുപോലെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനവുമാണ് നമ്മുടെ DPSP ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തുന്നതിന്റെ പ്രചോദനമായത്. മറക്കരുത് കേട്ടോ. മനസ്സിലായില്ലേ? ഇനി ഒരു ക്ഷേമരാഷ്ട്രം എങ്ങനെ നിർമ്മിക്കാം എന്നുള്ളതിന് 3 ചിന്തകൾ, 3 പ്രിൻസിപ്പിൾസ് ആണുള്ളത്. അത് നമ്മുടെ DPSP ഭരണഘടനയിൽ സെപ്പറേറ്റ് ആയിട്ട് പറഞ്ഞിട്ടൊന്നുമില്ല. പക്ഷേ നമ്മളൊരു ഐഡിയോളജി വെച്ചിട്ട് 3ആയിട്ട് ഈ DPSP വകുപ്പുകളെ ഈ 3 ചിന്തകളായിട്ട് മാറ്റിയിട്ടുണ്ട്. ഏതൊക്കെയാണ് ആ 3 ചിന്തകള്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ്, സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾസ്, ലിബറൽ പ്രിൻസിപ്പിൾസ്. ഏതൊക്കെയാണ്? ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. ഇനി സോഷ്യലിസ്റ്റ് എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ഒരു സാമൂഹികമായിട്ട് കുറച്ച് കാര്യങ്ങൾ, സാമൂഹികമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള വകുപ്പുകളൊക്കെയാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ വരുന്നത്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസിലോ പഞ്ചായത്ത് രൂപീകരണം, പഞ്ചായത്ത് രാജ്, അതിനോട് ബന്ധപ്പെട്ടത്, അതുപോലെ കുടിൽ വ്യവസായം, അതുമായിട്ട് ബന്ധപ്പെട്ട വകുപ്പുകൾ ഒക്കെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ആണ്. ഇനി ലിബറൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളിച്ചു കൊണ്ടിട്ടുള്ള വകുപ്പുകളാണ് ലിബറൽ പ്രിൻസിപ്പിൾസിൽ പെടുന്നത്. അതായത് ഒരു ക്ഷേമ രാഷ്ട്രം എങ്ങനെ നിർമ്മിക്കാം എന്നതിന്റെ ബേസിൽ 3 ചിന്തകളാണ്, 3 ഐഡിയോളജീസ് അല്ലെങ്കിൽ പ്രിൻസിപ്പിൾസ് ആണ് DPSP കൊടുത്തിട്ടുള്ളത്. അത് ഭരണഘടനയിൽ പ്രത്യക്ഷത്തിൽ എടുത്ത് വിവരിച്ചിട്ടൊന്നുമില്ല. പക്ഷെ നമ്മുടെ ഒരു ഐഡിയോളജീന്റെ ബേസിലാണ് അതിനെ തരം തിരിച്ചിട്ടുള്ളത്. സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ. ഓക്കെ അല്ലേ? അടുത്തേക്ക് പോവാം. ഇനി ഈ DPSPയെ കുറിച്ചിട്ട് കുറച്ച് ആളുകള് എന്തൊക്കെ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഉദ്ധരണികളുണ്ട്. നമുക്ക് ആ ഉദ്ധരണികൾക്ക് പോവാം. ഇപ്പൊ ഇങ്ങനെ പറയുന്നുണ്ട്. KT ഷാ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലി, അതായത് ഭരണഘടനാ നിർമ്മാണ സമിതിയുടെ ഒരു അംഗമായിരുന്ന KT ഷാ പഞ്ചാബിലെ ഏതൊരു കമ്മീഷനിലേക്ക് അധ്യക്ഷനായിരുന്നു എന്നൊക്കെ കേട്ടിട്ടുണ്ട്. KT ഷാ എന്ന് പറയുന്നത് അദ്ദേഹം നമ്മുടെ കോൺസ്റ്റിറ്റ്യൂവന്റ് അസംബ്ലിയിലെ ഒരു പ്രധാന അംഗമായിരുന്നു. അദ്ദേഹം എന്താണ് പറഞ്ഞത് DPSPയെ കുറിച്ചിട്ട്? DPSP എന്ന് പറയുന്നത് ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറുന്ന ചെക്ക് എന്നാണ് KT ഷാ പറഞ്ഞിട്ടുള്ളത്. എന്താണ് പറഞ്ഞത്? ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറുന്ന ചെക്ക് എന്നാ പറഞ്ഞത്. എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറഞ്ഞത്? നമുക്ക് തന്നെ അറിയാം. ഗവൺമെന്റിന്റെ നമ്മൾ പറഞ്ഞു, ഒരു നിയമം ഉണ്ടാക്കുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും നയങ്ങൾ രൂപീകരിക്കുമ്പോൾ നമ്മൾ അടിസ്ഥാനമാക്കേണ്ടത് DPSP ആണെന്ന് ആർട്ടിക്കിൾ 37 പറഞ്ഞു. അനുച്ഛേദം 37 അതാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോ ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറുന്ന ചെക്ക് എന്ന് പറയുന്ന ഇതിലൂടെ എന്താണ് പറയാതെ പറയുന്നത്? നമുക്കറിയാം, നമ്മുടെ പഞ്ചായത്ത് രാജൊക്കെ വന്നത് ആർട്ടിക്കിൾ 40, അനുച്ഛേദം 40 പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ചാണ് പറയുന്നത്. പക്ഷേ നമ്മുടെ ഭരണഘടന നിലവിൽ വന്നപ്പോൾ നിർദ്ദേശക തത്വങ്ങളുണ്ട്. നമ്മുടെ ഭരണഘടന നിലവിൽ വന്നത് എന്നാണ്? 1950 ജനുവരി 26 ഭരണഘടന നിലവിൽ വന്നപ്പോൾ എന്താണ്? DPSP ഉണ്ട്. പക്ഷേ അന്നുള്ള ആ വകുപ്പിലുള്ള ആശയം 1992 73, 74 ഭേദഗതിയിലൂടെയാണ് പഞ്ചായത്ത് അതുപോലെ മുനിസിപ്പാലിറ്റി ഒക്കെ നിലവിൽ വരുന്നത്. അതാണ് പറഞ്ഞത് ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറാവുന്ന ചെക്ക് എന്ന് പറഞ്ഞത്. അതായത് ഗവൺമെന്റ് നയങ്ങളൊക്കെ രൂപീകരിക്കുന്നത് കുറച്ച് അവരുടെ ആവശ്യത്തിനനുസരിച്ചിട്ടാണ്. DPSP പറഞ്ഞ കാര്യങ്ങൾ അടിസ്ഥാനമാക്കിയിട്ട് അവരുടെ സൗകര്യപൂർവ്വം ആണ് ഗവൺമെന്റ് നയങ്ങളും നിയമങ്ങളും ഭേദഗതികളൊക്കെ വരുത്തിയിട്ട്
ഓരോ രൂപീകരണം നടത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് KT ഷാ പറഞ്ഞത് ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറുന്ന ചെക്ക്. അതുപോലെ തന്നെയല്ലേ സൗജന്യ വിദ്യാഭ്യാസം 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം സംരക്ഷണവും മാതാപിതാക്കളുടെ കടമയാണെന്ന് പറയുന്നത്. സൗജന്യ വിദ്യാഭ്യാസത്തെ കുറിച്ചും പറയുന്നതൊക്കെ നമ്മുടെ DPSP-യിലുണ്ട്. ആർട്ടിക്കിൾ 45-ലാണ് പറയുന്നത്. അനുച്ഛേദം 45-ൽ പറയുന്നുണ്ട്. പക്ഷേ വിദ്യാഭ്യാസം സൗജന്യ വിദ്യാഭ്യാസത്തിന്റെ ഭേദഗതി അല്ലെങ്കിൽ വിദ്യാഭ്യാസം മൗലികാവകാശമായിട്ട് വന്നത് എന്നാണ് 2002-ലെ 86-ാം ഭേദഗതി പ്രകാരമാണ്. പക്ഷേ അത് നിലവിൽ വന്നത് 2010-ലാണ്. അതുകൊണ്ട് തന്നെ ആവണം KT ഷാ അത്തരത്തിലൊരു പ്രഖ്യാപനം DPSP-യെ കുറിച്ച് പരാമർശിച്ചത്. ഓക്കെ അല്ലേ? ഇനി BR അംബേദ്കർ എന്താ പറഞ്ഞത്? നമ്മുടെ ഡ്രാഫ്റ്റിംഗ് കമ്മിറ്റിയുടെ തലവനായിരുന്ന ഭരണഘടനാ ശില്പി എന്നൊക്കെ പറയുന്ന BR അംബേദ്കർ എന്താ പറഞ്ഞത്? രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ സമഗ്ര പദ്ധതിയുടെ ആധാരം. എന്താ പറഞ്ഞത്? രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ സമഗ്ര പദ്ധതിയുടെ ആധാരം എന്നാണ് BR അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്. ഇനി മിനർവ കേസിൽ സുപ്രീം കോടതി DPSP-യെ കുറിച്ച് പറഞ്ഞിട്ടുള്ളത് എന്താണ്? ഭരണഘടന കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വം എന്നിവയുടെ സന്തുലിതമായ അടിത്തട്ടിലാണ് എന്നാണ് മിനർവ കേസിൽ സുപ്രീം കോടതി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഓക്കെ അല്ലേ? പിന്നെ DPSP-യെ ഇന്ത്യൻ ഭരണഘടനയിലെ നോവൽ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ളതും BR അംബേദ്കർ ആണ്. ഉദ്ധരണികൾ നോക്കുക, സ്റ്റേറ്റ്മെന്റ് ആയിട്ട് വരാം ആരൊക്കെയാ പറഞ്ഞത് എന്നുള്ളത്. അപ്പൊ ഉദ്ധരണികൾ 4 ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഞാൻ കൊടുത്തിട്ടുണ്ട്. ഒന്നുകൂടെ പറയണോ? ഒന്നുകൂടെ പറയണമെങ്കിൽ പറയാം. ഒന്നുകൂടെ പറയാം അല്ലേ? അതായത് ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറുന്ന ചെക്ക് എന്നാണ് KT ഷാ പറഞ്ഞിട്ടുള്ളത്. ഇനി രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ സമഗ്ര പദ്ധതിയുടെ ആധാരം എന്ന് പറഞ്ഞിട്ടുള്ളത് ആരെയാണ്? എന്തിനെയാണ് BR അംബേദ്കർ പറഞ്ഞിട്ടുള്ളത്? DPSP-യെ ആണ്. ഇനി ഭരണഘടന കെട്ടിപ്പൊക്കിയിരിക്കുന്നത് മൗലികാവകാശങ്ങൾ, നിർദ്ദേശക തത്വം എന്നിവയുടെ സന്തുലിതമായ അടിത്തട്ടിലാണ് എന്നാണ് സുപ്രീം കോടതി മിനർവ കേസിൽ വിധി പ്രഖ്യാപിച്ചിട്ടുള്ളത്. ഇനി ഇന്ത്യൻ ഭരണഘടനയിലെ നോവൽ ഫീച്ചേഴ്സ് എന്ന് DPSP-യെ പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ തന്നെയാണ്. ഓക്കെ അല്ലേ? അതായത് ഈ ഫണ്ടമെന്റൽ റൈറ്റ്സും അതുപോലെ DPSP-യും പരസ്പര പൂരകങ്ങളാണ്. രണ്ടും ബന്ധപ്പെട്ടിരിക്കുന്നു എന്നാണ് സുപ്രീം കോടതി മിനർവ മിൽ കേസിൽ പറഞ്ഞിട്ടുള്ളത്. ഇനി DPSP എന്ന് പറയുന്നത് അഥവാ മാർഗനിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത് സാമൂഹികവും സാമ്പത്തികവുമായ രാഷ്ട്രീയവുമായിട്ടുള്ള അവകാശങ്ങളെ കുറിച്ചാണ്. എന്നാൽ ഒരു പൗരന്റെ അവകാശത്തെ കുറിച്ചാണ് ഭരണഘടനയിലെ മൗലികാവകാശങ്ങൾ പറയുന്നത്. ഇനി ഭരണഘടനയിൽ ഈ DPSP ഉൾപ്പെടുത്താൻ കാരണം 1945-ലെ സാപ്രു കമ്മിറ്റി റിപ്പോർട്ടാണ്. ഈ 1945-ൽ തേജ് ബഹദൂർ സാപ്രു അധ്യക്ഷനായിട്ടുള്ള കമ്മിറ്റി റിപ്പോർട്ടിൽ എന്താ പറയുന്നത്? ഭരണഘടന തയ്യാറാക്കുമ്പോൾ എന്താ പറഞ്ഞിട്ടുള്ളത്? 2 തരത്തിലുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു ഭരണഘടന തയ്യാറാക്കുമ്പോൾ. ഒന്ന് ജസ്റ്റിസിയബിളും ഒന്ന് നോൺ ജസ്റ്റിസിയബിളും. അങ്ങനെ 2 തരത്തിലുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തണം ഭരണഘടനയിൽ എന്ന് നിർദ്ദേശിച്ച കമ്മിറ്റിയാണ് 1945-ലെ സാപ്രു കമ്മിറ്റി റിപ്പോർട്ട് എന്ന് പറയുന്നത്. അതിന്റെ ബേസിലാണ് ഇത് ഉൾപ്പെടുത്തിയെന്നൊക്കെയാണ് പറയുന്നത്. ഇനി ഗ്രാൻവില്ലെ ഓസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട് കൺസേൺസ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ, അതായത് ഭരണഘടനയുടെ സംക്ഷിപ്തം എന്ന് പറയുന്നത് DPSP-യും ഫണ്ടമെന്റൽ റൈറ്റ്സും ആണ് എന്ന് ഗ്രാൻവില്ലെ ഓസ്റ്റിൻ അഥവാ G. ഓസ്റ്റിൻ പറഞ്ഞിട്ടുണ്ട്. ഇനി ഇപ്പോ മൗലികാവകാശം എന്ന് പറയുന്നത് പൊതുവെ നെഗറ്റീവ് റൈറ്റ്സ് ആണ്. എന്തുകൊണ്ടാണ്? ഒരു പൗരന് കിട്ടേണ്ട അവകാശങ്ങളാണ്. അത് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങളല്ല. അതുകൊണ്ട് തന്നെ അത് ജസ്റ്റിസിബിൾ ആണ്. അതുകൊണ്ടാണ് അത് നെഗറ്റീവ് റൈറ്റ് ആകുന്നത്. DPSP-യോ? DPSP പോസിറ്റീവ് ആണ്. അതായത് സ്റ്റേറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ ആ ഒരു അർത്ഥത്തിൽ നോക്കുകയാണെങ്കിൽ പോസിറ്റീവ് റൈറ്റ് ആണ് DPSP എന്ന് പറയുന്നത്. ഇനി നമ്മൾ ഒരുപാട് കാര്യങ്ങളിലൂടെ ഇങ്ങനെ പോന്നിട്ടുണ്ട്. അതായത് നമ്മളിപ്പോ ഇതുവരെ പറഞ്ഞത്
എന്തൊക്കെയാണ്, എന്താണ് DPSP എന്ന് പറഞ്ഞു. എന്താണ് DPSP? ഭരണഘടനാ നിർമ്മാതാക്കൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഭരണകൂടത്തിന് ഉപദേശങ്ങൾ കൊടുത്തിട്ടുണ്ട്. ആ ഉപദേശങ്ങൾ എന്തിനു വേണ്ടിയിട്ടായിരുന്നു? ഒരു വെൽഫെയർ സ്റ്റേറ്റ് അഥവാ ക്ഷേമ രാഷ്ട്രം കെട്ടിപ്പടുക്കുന്നതിന് വേണ്ടിയിട്ടായിരുന്നു. അതാണ് DPSP യിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ബോറോ ചെയ്തത് എവിടുന്നാണ്? അതായത് ആശയം കടമെടുത്തത് എവിടുന്നാ? ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ എന്നാണ്. അയർലൻഡ് എവിടുന്നാണ്? സ്പെയിനിൽ നിന്നാണ്. ഭാഗം 4-ലാണ്. പിന്നെ അഡീഷണൽ ആയിട്ട് പറഞ്ഞത് ഭാഗം 4-ലുള്ള പിക്ചർ എന്താന്നാ പറഞ്ഞത്? കോൺവെർസേഷൻ ബിറ്റ്വീൻ കൃഷ്ണ ആൻഡ് അർജുൻ. അതായത് മഹാഭാരത യുദ്ധത്തിന് മുമ്പ് കൃഷ്ണനും അർജുനും തമ്മിലുള്ള സംവാദമാണ് ഭാഗം 4-ൽ വരച്ചിട്ടുള്ളത്. പിന്നെ 36 മുതൽ 51 വരെയുള്ള വകുപ്പുകളാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. പിന്നെ ഉൾക്കൊള്ളാൻ പ്രചോദനമായിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏതൊക്കെയാന്നാ പറഞ്ഞത്? അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനവും അതുപോലെ തന്നെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനവും. ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടില് എങ്ങനെ ഭരിക്കണം എന്ന് പറയുന്നതിന് തത്തുല്യം. അതായത് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറയുന്നത് എന്തിനോട് തത്തുല്യമാണ്? DPSP-യോട് തത്തുല്യമാണ്. പിന്നെ ഉദ്ധരണികൾ പറഞ്ഞു. ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറുന്ന ചെക്ക് എന്ന് പറഞ്ഞത് ആരാണ്? KT ഷാ ആണ് പറഞ്ഞത്. രാഷ്ട്രീയവും സാമൂഹ്യവും സാമ്പത്തികവുമായ സമഗ്ര പദ്ധതിയുടെ ആധാരമാണ് DPSP എന്ന് പറഞ്ഞത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ. അതുപോലെ ഇന്ത്യൻ ഭരണഘടനയിലെ നോവൽ ഫീച്ചേഴ്സ് എന്ന് പറയുന്നത് DPSP ആണെന്ന് പറഞ്ഞത് ആരാണ്? BR അംബേദ്കർ തന്നെയാണ്. പിന്നെ മിനർവ കേസിൽ സുപ്രീം കോടതി എന്താണ് പ്രഖ്യാപിച്ചത്? ഭരണഘടന കെട്ടിപ്പടുക്കിയിരിക്കുന്നത് മൗലികാവകാശങ്ങളുടെയും നിർദ്ദേശക തത്വങ്ങളുടെയും സന്തുലിതമായിട്ടുള്ള അടിത്തട്ടിലാണെന്ന് സുപ്രീം കോടതി പ്രഖ്യാപിച്ചു. അതായത് മൗലികാവകാശവും DPSP-യും പരസ്പര പൂരകങ്ങളാണെന്നാണ് പറയുന്നത്. അതായത് DPSP നടപ്പിലാക്കുമ്പോൾ കൂടുതൽ നമ്മളിപ്പോ ഒരു കാര്യം ഇപ്പൊ DPSP-യുടെ ഒരു വെൽഫെയറിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു കാര്യം നടപ്പിലാക്കുമ്പോൾ അവിടെ നമ്മൾ മൗലികാവകാശത്തിനല്ല പ്രാധാന്യം കൊടുക്കേണ്ടത്, പകരം നിർദ്ദേശക തത്വങ്ങൾക്കാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. ഇനി 31C-യിൽ പറയുന്നുണ്ട്, മൗലികാവകാശത്തിന് പരിക്ക് പറ്റിയാലും DPSP നടപ്പാക്കാം, പക്ഷേ അടിസ്ഥാന ഘടകങ്ങൾ മാറാൻ പാടില്ല. ഇന്ത്യൻ ഭരണഘടനയിലെ ബേസിക് സ്ട്രക്ചർ മാറാതെ നമുക്ക് എന്ത് ചെയ്യാം? DPSP നടപ്പാക്കാം. അതിലിപ്പോ ഭരണഘടനയില് മൗലികാവകാശത്തിന് എന്തെങ്കിലും മാറ്റം വരുത്തിയാലും കുഴപ്പമില്ല, അടിസ്ഥാന ഘടന മാറാതെ ഇരുന്നാൽ മതി എന്നാണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് കേട്ടോ. പിന്നെ ഉൾപ്പെടുത്താൻ കാരണം 1945-ൽ തേജ് ബഹദൂർ സാപ്രു എന്ത് ചെയ്തു? റിപ്പോർട്ട് കൊടുത്തു. എന്താ റിപ്പോർട്ട് കൊടുത്തത്? ഭരണഘടന തയ്യാറാക്കുമ്പോൾ 2 തരത്തിലുള്ള അവകാശങ്ങൾ, അതായത് ജസ്റ്റിസബിളും നോൺ ജസ്റ്റിസബിൾ ആയിട്ടുള്ള അവകാശങ്ങൾ ഉൾപ്പെടുത്തണം എന്ന് പറഞ്ഞു. അതിന്റെ ഭാഗമായിട്ടാണ് DPSP നോൺ ജസ്റ്റിസബിളും ജസ്റ്റിസബിൾ ആയിട്ടുള്ള മൗലികാവകാശം ഉൾപ്പെടുത്തിയത് എന്ന് പറയുന്നു. ഇനി ഒരു ക്ഷേമ രാഷ്ട്രം എങ്ങനെയൊക്കെ നിർമ്മിക്കാം? അതിന് 3 ഐഡിയോളജീസ് ഉണ്ട്, 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. ഏതൊക്കെയാണ് ആ 3 പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്? സോഷ്യലിസ്റ്റ്, ഗാന്ധിയൻ, ലിബറൽ പ്രിൻസിപ്പിൾസ്. അങ്ങനെ 3 പ്രിൻസിപ്പിൾസ് ഉണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു ജി ഓസ്റ്റിൻ എന്താ പറഞ്ഞത്? ഭരണഘടനയുടെ സംക്ഷിപ്തം എന്ന് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP ആണെന്നാണ് ജി ഓസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. ജി ഓസ്റ്റിൻ എന്ന് പറഞ്ഞാൽ ഗ്രാൻവില്ലെ ഓസ്റ്റിൻ പറഞ്ഞിട്ടുള്ളത്. ഇനി നമ്മൾ എന്ത് ചെയ്യാണ്? ഓരോ വകുപ്പുകളിലേക്കും കടക്കാണ്. ഇനി മുൻപ് പറഞ്ഞ കാര്യങ്ങൾ ഞാൻ റിപ്പീറ്റ് ചെയ്യില്ല. നമ്മൾ വകുപ്പുകളാണ് പറയാൻ പോകുന്നത്. അത് ഓരോ വകുപ്പുകളും ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട്. പിവൈക്യു ആയുള്ള ക്വസ്റ്റ്യൻസ് ഞാൻ പറയാം. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെന്ന് വിശ്വസിക്കുന്നു. നമുക്ക് വകുപ്പുകളിൽ പോവാണ്. ഓക്കെ അല്ലേ? നമ്മുടെ വകുപ്പ് 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ആദ്യത്തെ വകുപ്പ് എന്താണ്? വകുപ്പ് 36 എന്താണ് പറയുന്നത്? അനുച്ഛേദം 36 എന്താണ് പറയുന്നത്? ഡെഫിനിഷൻ ഓഫ് ദ സ്റ്റേറ്റ്. അതായത് സ്റ്റേറ്റ്, നമ്മുടെ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ എന്താണ് എന്നുള്ള ഡെഫിനിഷൻ ആണ് വകുപ്പ് അഥവാ അനുച്ഛേദം 36 പറയുന്നത്. നമ്മുടെ ഭരണഘടനയിലെ ഭാഗം 3-ലെ ആർട്ടിക്കിൾ 12-ലെ സെയിം കാര്യം തന്നെയാണ് ഇവിടെ 36-ലും പറയുന്നത്. സ്റ്റേറ്റ് എന്നതിന്റെ നിർവചനമാണ് ആർട്ടിക്കിൾ 36-ൽ പറയുന്നത്. പ്രത്യേകിച്ച് ഇപ്പൊ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ഇങ്ങനെ ഓർത്താൽ മതി. ആർട്ടിക്കിൾ 12-ൽ എന്താ പറയുന്നത്? സ്റ്റേറ്റിന്റെ ഡെഫിനിഷൻ. അതന്നെയാണ് ആർട്ടിക്കിൾ 36-ലും പറയുന്നത്. ഓക്കെ അല്ലേ? പിന്നെ ആർട്ടിക്കിൾ 37-ൽ എന്താ പറഞ്ഞത്? ഇപ്പൊ നമ്മുടെ രാജ്യത്ത് ഭരണ നിർമ്മാണം അല്ലെങ്കിൽ നയങ്ങൾ രൂപീകരിക്കുമ്പോൾ അടിസ്ഥാനമാക്കേണ്ടത് DPSP ആണ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതാണ് ആർട്ടിക്കിൾ 37. നമ്മൾ തുടക്കത്തിൽ പറഞ്ഞു, ഞാൻ പറഞ്ഞു പിന്നീട് അത് പറയില്ല. എന്നാൽ ഒന്നുകൂടി
ആർട്ടിക്കിൾ 37 എന്താണ് പറയുന്നത്? ഭരണഘടനയില് എന്താ പറയണേ? രാജ്യം എന്ത് നിയമം ഉണ്ടാക്കുമ്പോഴും നയം രൂപീകരിക്കുമ്പോഴും അടിസ്ഥാനമാക്കേണ്ടത് DPSP ആണെന്ന്. ഓക്കെ അല്ലേ? ഈ ആർട്ടിക്കിൾ 38 എന്താ പറയുന്നത്? To promote the welfare of the people by securing a social order permeated by justice, social, economic and political, and to minimize inequalities in income, status, facilities and opportunities. എന്താ പറയുന്നത്? രാജ്യം ഒരു സാമൂഹിക ക്രമം രൂപീകരിക്കണം. അത് സോഷ്യൽ ഓർഡർ ആയാലും ഇനിയിപ്പോ സാമ്പത്തികമായിട്ടാണെങ്കിലും സാമൂഹികമായിട്ടാണെങ്കിലും രാഷ്ട്രീയപരമായിട്ടാണെങ്കിലും ഒരു ക്രമം രൂപീകരിക്കണം. ക്വാളിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്യണം. അതുകൊണ്ട് എന്താ ഉദ്ദേശിക്കുന്നത്? അതായത് എല്ലാവരും തുല്യമാണെന്ന്. അപ്പൊ തുല്യ രീതിയിൽ ഒരു സ്റ്റേറ്റിന്റെ വെൽഫെയർ ക്ഷേമം ഉറപ്പാക്കുക എന്നൊരു ലക്ഷ്യമാണ് ആർട്ടിക്കിൾ 38 പറയുന്നത്. അതായത് സോഷ്യലിസ്റ്റ് ആശയമാണ്. രാജ്യം ഒരു സാമൂഹിക ക്രമം രൂപീകരിക്കണം എന്നതാണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നിങ്ങൾ ഈ വലിയ സെന്റൻസ് കണ്ടിട്ട് പേടിക്കൊന്നും വേണ്ട. സെന്റൻസ് ഒന്നുകൂടെ പറയാം, അതിന്റെ ഉള്ളടക്കം ഞാൻ പറയാം. അനുച്ഛേദം 38 എന്താണ് പറയുന്നത്? ടു പ്രൊമോട്ട് ദ വെൽഫെയർ ഓഫ് ദ പീപ്പിൾ ബൈ സെക്യൂറിംഗ് എ സോഷ്യൽ ഓർഡർ. ഒരു സാമൂഹിക ക്രമം രൂപീകരിക്കുന്നതിലൂടെയാണ് ഒരു ക്ഷേമരാഷ്ട്രം പ്രൊമോട്ട് ചെയ്യേണ്ടത് എന്ന് പറയുന്നു. എങ്ങനെ? സാമൂഹികവും സാമ്പത്തികവും രാഷ്ട്രീയവുമായി അതുപോലെ തന്നെ എന്ത് ചെയ്യണം? ഇനീക്വാലിറ്റീസ്, അതായത് നമുക്ക് ഒരുപാട് ഇനീക്വാലിറ്റീസ് ഉണ്ടാവും. ഒരുപാട് പേർക്ക് നല്ല കാശുകാരുണ്ടാവും, അല്ലാത്തവരുണ്ടാവും, സ്റ്റാറ്റസിൽ ഉയർന്നവരുണ്ടാവും, ഫെസിലിറ്റീസ് ഉണ്ടാവും, അങ്ങനെ ഒരുപാട് ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടാവും. അതെല്ലാം ഇനീക്വാലിറ്റീസ് എല്ലാം, ആ തുല്യത ഇല്ലായ്മ ഇത് നികത്തണം എന്നാണ് ആർട്ടിക്കിൾ 38 പറയുന്നത്. അതിന് ഉദാഹരണമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന. വീടുകളെല്ലാം കുടിയില്ലാത്തവർക്ക് വീട് നൽകുന്നത്, പിന്നെ പൊതുവിതരണം, നമ്മുടെ റേഷനൊക്കെ, പിന്നെ മഹാത്മാഗാന്ധി റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം ഒക്കെ, പിന്നെ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ്. ഇതൊക്കെ എന്തിനു വേണ്ടിയിട്ടാണ്? ഈ ഇക്വാലിറ്റീസ് മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ടും സോഷ്യൽ, എക്കണോമിക്, പൊളിറ്റിക്കൽ ജസ്റ്റിസ് മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ടും സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടൊക്കെയാണ് ഈ കാര്യങ്ങള് അനുച്ഛേദം 38 പ്രത്യേകമായിട്ട് എടുത്തു പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായോ? അനുച്ഛേദം 38 എന്താണ് പറയുന്നത്? രാജ്യം ഒരു സാമൂഹിക ക്രമം രൂപീകരിക്കണം, ഒരു സോഷ്യൽ ഓർഡർ. ഇതിനു വേണ്ടിയിട്ട്, നമ്മുടെ സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട്. അത് സാമൂഹികവും സാമ്പത്തികവും പിന്നെ രാഷ്ട്രീയപരമായിട്ടാണെങ്കിൽ അങ്ങനെ, പിന്നെ അതുപോലെ തന്നെ നമ്മുടെ സ്റ്റാറ്റസ് അങ്ങനെയൊക്കെ ഉണ്ടാവില്ല. ഇനീക്വാലിറ്റീസ് മിനിമൈസ് ചെയ്തുകൊണ്ട് ഒരു സാമൂഹിക ക്രമം രൂപീകരിക്കണം. അതിന് ഉദാഹരണമാണ് പ്രധാനമന്ത്രി ആവാസ് യോജന, പൊതുവിതരണം, MNREGA സ്കീം, അതുപോലെ NCSC, അതുപോലെ NCST കമ്മീഷൻസ് ഒക്കെ. ഓക്കെ അല്ലേ? ഇതിന് ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജി 38 പറഞ്ഞതിന് ഉത്തമ ഉദാഹരണമാണ് അനുച്ഛേദം 39 എന്ന് പറയുന്നത്. സോഷ്യലിസ്റ്റ് ആശയത്തിന്റെ പ്രിൻസിപ്പിളിന് ഏറ്റവും നല്ല ഉദാഹരണം എന്ന് പറയുന്നത് അനുച്ഛേദം 39 ആണ്. ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിന്റെ ഉള്ളടക്കം എന്ന് പറയുന്നത് ഡെമോക്രാറ്റിക് സോഷ്യലിസം അഥവാ ജനാധിപത്യ സോഷ്യലിസത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 39, അനുച്ഛേദം 39. ഏതാണ്? ജനാധിപത്യ സോഷ്യലിസത്തെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ ഏതാണ്? ആർട്ടിക്കിൾ 39. ബെസ്റ്റ് എക്സാമ്പിൾ ഫോർ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ. മനസ്സിലായോ? അതായത് ഞാൻ ഓരോന്ന് വായിക്കാണ്. ടു സെക്യൂർ ദ റൈറ്റ് ടു അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ് ഫോർ ഓൾ സിറ്റിസൺ, the equitable distribution of material resources of the community for the common good, prevention of concentration of wealth and means of production, equal pay for equal work for men and women, preservation of the health and strength of the workers and the children against forcible abuse, opportunities for the healthy development of the children. ഇക്കാര്യങ്ങൾ എന്താ പറയുന്നതെന്ന് വെച്ചാല് രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ, സമ്പത്ത് എന്നിവ ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാതെ യുക്തിപൂർവമായിട്ടുള്ള വിതരണം. ആദ്യത്തെ 2 സെന്റൻസിൽ അതാണ് പറയുന്നത്.
അതായത് നമ്മുടെ ജീവിത രീതിയാണെങ്കിലും ഡിസ്ട്രിബ്യൂഷൻ ഒരാൾക്ക് മാത്രം സമ്പത്ത് കേന്ദ്രീകരിച്ചുകൊണ്ടുണ്ടല്ലോ, അങ്ങനെയുള്ളതൊന്നും അല്ല. രാജ്യത്തിന്റെ സ്വത്ത് അല്ലെങ്കിൽ വിഭവങ്ങൾ എന്ന് പറയുന്നത് എല്ലാവരുടെയും പ്രൊഡക്ഷൻ ആയാലും എല്ലാം ഒരു നീതിപൂർവമായിട്ട് ഇതിൽ കേന്ദ്രീകരിക്കാതെ നീതിപൂർവമായിട്ട് ഡിസ്ട്രിബ്യൂഷൻ നടത്തണം, അഥവാ വിതരണം നടത്തണം എന്നാണ് ആദ്യത്തെ 2-3 പോയിന്റിൽ പറയുന്നത്. റൈറ്റ് ടു അഡിക്വേറ്റ് മീൻസ് ഓഫ് ലൈവ്ലിഹുഡ്, അതായത് അതുപോലെ തന്നെ ഇക്വിറ്റബിൾ ഡിസ്ട്രിബ്യൂഷൻ ഓഫ് മെറ്റീരിയൽ റിസോഴ്സസ്, പിന്നെ പ്രിവെൻഷൻ ഓഫ് കോൺസെൻട്രേഷൻ ഓഫ് വെൽത്ത് ആൻഡ് മീൻസ് ഓഫ് പ്രൊഡക്ഷൻ. അതായത് ഒരു ആളിലും മാത്രം കേന്ദ്രീകരിക്കാതെ രാഷ്ട്രത്തിന്റെ വിഭവങ്ങള്, സമ്പത്ത്, അതുപോലെ ജീവിത രീതി എല്ലാം നല്ല രീതിയിൽ പോണെങ്കിൽ ഒരാൾ മാത്രം കേന്ദ്രീകരിക്കാതെ നീതിപൂർവമായിട്ടുള്ള ഒരു വിതരണം വേണം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 39-ലാണ്. പിന്നെ അതുപോലെ തന്നെ സ്ത്രീ പുരുഷ അസമത്വം കുറയ്ക്കണം, ഈക്വൽ പേ ഫോർ ഈക്വൽ വർക്ക് ഫോർ മെൻ ആൻഡ് വിമൻ. അതായത് ഇപ്പോ സ്ത്രീയും പുരുഷനും ജോലി ചെയ്യുകയാണെങ്കിൽ തുല്യ ജോലിക്ക് തുല്യ വേതനം, പിന്നെ അതുപോലെ വർക്കേഴ്സിന്റെ സ്ട്രെങ്ത്, കുട്ടികൾക്കുള്ള അബ്യൂസ് അതൊക്കെ കുറയ്ക്കണം, അതിൽ നിന്നൊക്കെ അവരെ രക്ഷിക്കണം. പിന്നെ ഒരു ഹെൽത്തി ആയിട്ടുള്ള ഒരു ഡെവലപ്മെന്റ് കുട്ടികൾക്ക് വേണം. ഈ കാര്യങ്ങളൊക്കെ കുറിച്ച് പറയുന്നതാണ് അനുച്ഛേദം 39. അതുകൊണ്ട് തന്നെ ജനാധിപത്യ സോഷ്യലിസത്തിന് ഉദാഹരണമായിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളിലെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാൽ പറയണം അനുച്ഛേദം 39 അഥവാ ആർട്ടിക്കിൾ 39. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിന് ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ എന്ന് പറയുന്നത് അനുച്ഛേദം 39 ഈ നീതിപൂർവമായിട്ടുള്ള വിതരണം നടത്തുക. അതുകൊണ്ട് അതിന്റെയൊക്കെ ഭാഗമായിട്ട് വന്നതാണ് ഈ പ്ലാനിംഗ് കമ്മീഷൻ. ഒക്കെ അതൊരു കോൺസ്റ്റിറ്റ്യൂഷൻ ബോഡിയോ ഒരു സ്റ്റാറ്റ്യൂട്ടറി ബോഡിയോ ഒന്നല്ല, ഒരു ഉപദേശക സമിതിയാണ്. അതായത് നമ്മുടെ ഈ വിഭവങ്ങളൊക്കെ ഇപ്പൊ പഞ്ചവത്സര പദ്ധതിയൊക്കെ ആ ലക്ഷ്യത്തിൽ എത്താൻ വേണ്ടിയിട്ട് രൂപീകരിച്ചതാണ് പ്ലാനിംഗ് കമ്മീഷൻ. അതിന്റെ ഭാഗമായിട്ട് വന്നതാണെന്ന് ഓർത്തു വെക്കാം. ഇനി നമ്മൾ പറയുന്നുണ്ട് ആർട്ടിക്കിൾ 39A, അതായത് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. എന്താ പറയുന്നത്? തുല്യനീതിയെ പ്രോത്സാഹിപ്പിക്കുക, പ്രൊമോട്ട് ചെയ്യുക, സൗജന്യമായിട്ട് നിയമസഹായം, സാധാരണക്കാർക്ക് പാവപ്പെട്ടവന് സൗജന്യ നിയമസഹായം നൽകുക എന്നൊരു അതിന് പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ അത് നൽകുക എന്നൊക്കെ പറയുന്നതാണ് അനുച്ഛേദം 39A. ആർട്ടിക്കിൾ 39A എന്താ പറയുന്നത്? പ്രൊമോട്ട് ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ടു പ്രൊവൈഡ് ഫ്രീ ലീഗൽ എയ്ഡ് ടു ദ പുവർ. പാവപ്പെട്ടവർക്ക് സൗജന്യമായിട്ടുള്ള നിയമസഹായവും അതുപോലെ തുല്യനീതിയും പ്രോത്സാഹിപ്പിക്കുക എന്നതാണ് ആർട്ടിക്കിൾ 39A പറയുന്നത്. ഇനി ആർട്ടിക്കിൾ 40 എന്താ പറയുന്നത്? പഞ്ചായത്തുകളുടെ രൂപീകരണം. പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്ന നിർദ്ദേശക തത്വത്തിലെ വകുപ്പ് ഏതാന്ന് ചോദിച്ചാൽ പറയണം അനുച്ഛേദം 40. ഒരു ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ട് അനുച്ഛേദം 40. അതുകൊണ്ട് തന്നെയാണ് അത് എന്നാ വന്നിട്ടുള്ളത്? മുനിസിപ്പാലിറ്റി അതുപോലെ പഞ്ചായത്തൊക്കെ രൂപീകരിച്ചത് 73-74 ഭരണഘടനാ ഭേദഗതി 1992-ലാണ്. പക്ഷെ നിലവിൽ വന്നത് 93-ലാണ്. ചിലതിൽ നമുക്ക് കാണാം 1993 എന്ന് പറഞ്ഞിട്ട്. ഈ 1993-ലാണ് നിലവിൽ വന്നത് കേട്ടോ പഞ്ചായത്ത് രാജൊക്കെ. അതുകൊണ്ടാണ് അങ്ങനെ. പക്ഷെ ഭേദഗതി നടന്ന വർഷം 1992. അനുച്ഛേദം 40-ലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത് എന്നുകൂടി മനസ്സിലാക്കാം. ഇനി ആർട്ടിക്കിൾ 41 എന്താ പറയുന്നത്? ടു സെക്യൂർ ദ റൈറ്റ് ടു വർക്ക്, ടു എഡ്യൂക്കേഷൻ ആൻഡ് ടു പബ്ലിക് അസിസ്റ്റൻസ് ഇൻ കേസസ് ഓഫ് അൺഎംപ്ലോയ്മെന്റ്, ഓൾഡ് ഏജ്, സിക്നസ് ആൻഡ് ഡിസേബിൾമെന്റ്. എന്താ പറയുന്നത്? റൈറ്റ് ടു വർക്കിനെ കുറിച്ച് പറയുന്നത് ജോലി ചെയ്യാനുള്ള അവകാശത്തെ കുറിച്ചിട്ട് പറയുന്നതിന് അനുച്ഛേദമാണ് വകുപ്പ് 41. അനുച്ഛേദം 41-ലാണ് പറയുന്നത്. അതായത് ഗവൺമെന്റ് എല്ലാ വിധത്തിലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം എന്നാണ് ഇതിന്റെ ആശയം എന്ന് പറയുന്നത്. തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. ഇപ്പൊ അൺഎംപ്ലോയ്മെന്റ് തൊഴിലില്ലായ്മയാണെങ്കിൽ, അതുപോലെ ഓൾഡ് ഏജ് വയസ്സായവരെ, വൈകല്യം ഉണ്ടെങ്കിൽ, അതുപോലെ വൈകല്യമുള്ളവരെ ഡിസേബിൾമെന്റ് ആണ് അവരിലൊക്കെ എല്ലാരെയും കൂടി പരിഗണിച്ചിട്ട് എന്ത് ചെയ്യാ? ജോലി ചെയ്യാൻ, റൈറ്റ് ടു വർക്ക് എന്ന് പറഞ്ഞാൽ ജോലി ചെയ്യാനുള്ള അവകാശം, അതുപോലെ വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ഇതൊക്കെ എല്ലാവരെയും പരിഗണിച്ചിട്ട് എല്ലാ വിധത്തിലും ഗവൺമെന്റ് എന്ത് ചെയ്യണം? അതെല്ലാം തൊഴിലില്ലായ്മയൊക്കെ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം, തൊഴിലവസരം സൃഷ്ടിക്കണം എന്നൊക്കെ പറയുന്ന
അനുച്ഛേദമാണ് അനുച്ഛേദം 41. ഇതിന് എക്സാമ്പിൾ ആണ് അന്നപൂർണ. പിന്നെ അതുപോലെ തന്നെ MNREGA, അതായത് മഹാത്മാഗാന്ധി നാഷണൽ റൂറൽ എംപ്ലോയ്മെന്റ് ഗ്യാരണ്ടി പ്രോഗ്രാം 2005. പിന്നെ പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് ഓഫ് 1995, 1995 പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട്. പിന്നെ മെയിൻ്റെനൻസ് ആൻഡ് വെൽഫെയർ ഓഫ് പാരന്റ്സ് ആൻഡ് സീനിയർ സിറ്റിസൺ ആക്ട് 2007, അതായത് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണം 2007, മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം 2007, അന്നപൂർണ, MNREGA 2005, പേഴ്സൺസ് വിത്ത് ഡിസബിലിറ്റീസ് ആക്ട് 1995. ഇതൊക്കെ ആർട്ടിക്കിൾ 41 ഭാഗമായിട്ട് വന്നിട്ടുള്ളതാണ് എന്ന് കൂടി ഓർക്കുക കേട്ടോ. എന്താണ് റൈറ്റ് ടു വർക്ക് കുറിച്ച് പറയുന്ന അനുച്ഛേദം 41. ഗവൺമെന്റ് എല്ലാവിധത്തിലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കുന്നതും തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുകയും ചെയ്യണം എന്നതിനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 41 ഓർക്കുക കേട്ടോ. നമ്മൾ ഏതൊക്കെ ആർട്ടിക്കിൾ പറഞ്ഞു? 36 എന്നാ പറഞ്ഞത്. 36 ഡെഫിനിഷൻ ഓഫ് സ്റ്റേറ്റ്, ആർട്ടിക്കിൾ 12 ഭാഗം 3 പറയുന്ന സെയിം കാര്യം തന്നെയാണ് ആർട്ടിക്കിൾ 36 പറയുന്നത്. 37 എന്താ പറഞ്ഞത്? രാജ്യം എന്ത് നിയമം ഉണ്ടാക്കുമ്പോഴും നയം രൂപീകരിക്കുമ്പോഴും ഒക്കെ അടിസ്ഥാനമാക്കേണ്ടത് DPSP ആണെന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 37 എന്താണ് പറഞ്ഞത്? രാജ്യം ഒരു സാമൂഹിക ക്രമം രൂപീകരിക്കുക, സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യുക, എന്തിന്? സ്റ്റേറ്റിന്റെ വെൽഫെയറിന് വേണ്ടിയിട്ട് ഇൻഇക്വാലിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്യുക. അതാണ് ആർട്ടിക്കിൾ 38 പറഞ്ഞത്. 39 എന്താ പറഞ്ഞത്? ഡെമോക്രാറ്റിക് സോഷ്യലിസത്തെ കുറിച്ച് പറഞ്ഞു. അതായത് രാഷ്ട്രത്തിന്റെ വിഭവങ്ങൾ, സമ്പത്ത്, സ്വത്ത് എല്ലാം സമ്പത്ത് അത് എല്ലാം ഒന്നിൽ മാത്രം കേന്ദ്രീകരിക്കാതെ നീതിപൂർവമായിട്ട് വിതരണം നടത്തുക. പിന്നെ എന്താ പറഞ്ഞത്? സ്ത്രീ പുരുഷ അസമത്വം കുറയ്ക്കുക, തുല്യ ജോലിക്ക് തുല്യ വേതനം നൽകുക. ഇതൊക്കെയാണ് 39 പറഞ്ഞത്. 39A എന്താ പറഞ്ഞത്? ഫ്രീ ലീഗൽ എയ്ഡ്. പിന്നെ എന്താ പറഞ്ഞത്? ഫ്രീ ലീഗൽ എയ്ഡ്. പിന്നെന്താ പറഞ്ഞേ? ഈക്വൽ ജസ്റ്റിസ്, തുല്യ നീതി പ്രൊമോട്ട് ചെയ്യുക. ഫ്രീ ലീഗൽ എയ്ഡ്, അതായത് സൗജന്യ നിയമസഹായം പാവപ്പെട്ടവർക്ക് നൽകുക. ഇതൊക്കെയാണ് 39A പറഞ്ഞത്. 40 എന്താ പറഞ്ഞത്? പഞ്ചായത്തുകളുടെ രൂപീകരണം. ഇന്ത്യയിൽ പഞ്ചായത്ത് സംവിധാനം വന്നത് 1993 നിയമമാകുന്നത്. 92 ഭേദഗതിയിലൂടെ വന്നു. ഭാഗം 9 പിന്നെ ഷെഡ്യൂള് 11 പട്ടിക 11 29 വിഷയങ്ങളുണ്ട് 73 ഭേദഗതിയിൽ. ഷെഡ്യൂൾ 11 എത്ര വിഷയങ്ങളുണ്ട്? 29 വിഷയങ്ങളുണ്ട്. അതിലാണ് പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച് പറയുന്നത്. പിന്നെ ആർട്ടിക്കിൾ 41 എന്താ പറഞ്ഞത്? ഗവൺമെന്റ് എല്ലാവിധത്തിലും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിനുള്ള നടപടികൾ സ്വീകരിക്കണം, അവസരങ്ങൾ സൃഷ്ടിക്കണം. ഓൾഡ് ഏജ് അതുപോലെ ഡിസബിലിറ്റീസ് ഒക്കെ ഉണ്ടെങ്കിൽ അവർക്കൊക്കെ വേണ്ടിയിട്ട് പബ്ലിക് അസിസ്റ്റൻസ് കൊടുക്കണം എന്നൊക്കെ പറയുന്നത് ആർട്ടിക്കിൾ 41. പിന്നെ റൈറ്റ് ടു വർക്കുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള നിർദ്ദേശക തത്വങ്ങളിലെ അനുച്ഛേദം ഏതാണെന്ന് ചോദിച്ചാലും ആർട്ടിക്കിൾ 41 പറയണം കേട്ടോ. നമ്മൾ ആർട്ടിക്കിൾ 42 പോവാണ്. ആർട്ടിക്കിൾ 42 എന്താ പറയുന്നത്? ടു മേക്ക് പ്രൊവിഷൻസ് ഫോർ ജസ്റ്റ് ആൻഡ് ഹ്യൂമാനിക് കണ്ടീഷൻസ് ഓഫ് വർക്ക് ആൻഡ് മെറ്റേണിറ്റി റിലീഫ്. മെറ്റേണിറ്റി റിലീഫ് എന്നൊക്കെ പറഞ്ഞിട്ട്, അതായത് ഇപ്പം നമ്മുടെ പ്രസവശേഷമുള്ള ലീവ് ഉണ്ടല്ലോ, പ്രസവാവധി. അപ്പോൾ അതെല്ലാം കൊടുക്കുന്നത് ഈ കാറ്റഗറീനെ ബേസ് ചെയ്തിട്ടാണ്, അതായത് ഈ ആർട്ടിക്കിളിനെ ബേസ് ചെയ്തിട്ടാണ്. മെറ്റേണിറ്റി ലീവ് ഒക്കെ കൊടുക്കുന്നുണ്ടല്ലോ, അത് ആർട്ടിക്കിൾ 42 ബേസ് ചെയ്തിട്ടാണ്. ഒരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ അത്. അതായത് തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ മാനുഷിക പരിഗണന നൽകുക. ഹ്യൂമാനിക് കണ്ടീഷൻസ് എന്ന് പറയുന്നില്ല, തൊഴിലിടങ്ങളിൽ എന്ത് ചെയ്യാം? മാനുഷിക പരിഗണന നൽകുക. മെറ്റേണിറ്റി റിലീഫിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് അനുച്ഛേദം 42. തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ മാനസികമായുള്ള പരിഗണന ലഭിക്കുന്നതിനെ പറ്റിയിട്ട്, അതായത് വിനോദം, വിശ്രമം, മെറ്റേണിറ്റി റിലീഫ് ഒക്കെ ഇതിൽ വരും കേട്ടോ, അനുച്ഛേദം 42 വരെ. ഇനി അനുച്ഛേദം 43 എന്താ പറയുന്നത്? തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കണം, അതായത് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് മിനിമം വേതനം, ലിവിംഗ് വേജ്. To secure a living wage, a decent standard of living and social and cultural opportunities for all workers. അതായത് തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കുക, അവരുടെ ജീവിതം മുന്നോട്ട് പോകണമെങ്കിൽ ലിവിംഗ് വേജ്, അവർക്ക് നല്ല രീതിയിൽ വേതനം ലഭിക്കണം. അതിനെക്കുറിച്ച് പറയുന്നതാണ് 43-ാം അനുച്ഛേദം. ഇനി അതിൽ തന്നെ പറയുന്നുണ്ട്, അത് സോഷ്യലിസ്റ്റ് ആശയമാണ്. ഇനി കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് പറയുന്നത് അതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. കുടിൽ വ്യവസായങ്ങൾ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. അതിനെ കുറിച്ച് പറയുന്നുണ്ട് 43-ല്. അപ്പം അനുച്ഛേദം 43 സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിലും ഉൾപ്പെടും, ഗാന്ധിയൻ പ്രിൻസിപ്പിളിലും ഉൾപ്പെടുന്നുണ്ട് കേട്ടോ.
അതായത് തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കുക ജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. അതെന്താ പറയുന്നത്? ടു സെക്യൂർ എ ലിവിംഗ് വേജ്, എ ഡീസന്റ് സ്റ്റാൻഡേർഡ് ഓഫ് ലിവിംഗ് ആൻഡ് സോഷ്യൽ ആൻഡ് കൾച്ചറൽ ഓപ്പർച്യൂണിറ്റീസ് ഫോർ ഓൾ വർക്കേഴ്സ് എന്നാണ് പറയുന്നത്. തൊഴിലാളികൾക്ക് അവരുടെ ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട്, നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ഒരു മെച്ചപ്പെട്ട വേതനം നൽകുക, മിനിമം വേതനം നൽകുക. അത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണ്. ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്താണ്? അനുച്ഛേദം 43 പറയുന്നത് കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം എന്ന് കൂടി പറയുന്നുണ്ട്. ഇനി ആർട്ടിക്കിൾ 43B, അനുച്ഛേദം 43Bയിൽ എന്താ പറയുന്നത്? ടു പ്രൊമോട്ട് വോളണ്ടറി ഫോർമേഷൻ, ഓട്ടോണമസ് ഫംഗ്ഷനിങ്, ഡെമോക്രാറ്റിക് കൺട്രോൾ ആൻഡ് പ്രൊഫഷണൽ മാനേജ്മെന്റ് ഓഫ് കോഓപ്പറേറ്റീവ് സൊസൈറ്റീസ്. ഇതിൽ പറയുന്ന എത്രേ ഉള്ളൂ. നമുക്കറിയാം 19(1)(c) അനുച്ഛേദം 19(1)(c) മൗലികാവകാശത്തിൽ പറയുന്നത് സംഘടനാ സ്വാതന്ത്ര്യത്തെ കുറിച്ചാണ്. അതുമായിട്ട് ചേർന്നിട്ട് സഹകരണ സംഘടനകൾ സഹകരണ സംഘങ്ങളും കൂടി അതിനോട് കൂട്ടിച്ചേർത്തിട്ടുള്ള ഒരു ഭേദഗതി വന്നിട്ടുള്ള വകുപ്പാണ് വകുപ്പ് 43B എന്ന് പറയുന്നത്. സഹകരണ സംഘങ്ങളെ കുറിച്ച് പറയുന്നതാണ്. അതായത് സഹകരണ സംഘങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി നൽകിയ ഭേദഗതിയാണ് ഇവിടെ കൊടുത്തിട്ടുള്ള ബ്രാക്കറ്റില്. 97-ാം ഭേദഗതി നിയമം 2011. അത് ഭാഗം 9B-യിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. സംഘടനാ സ്വാതന്ത്ര്യം, സഹകരണ സംഘടനകൾ കൂടിയിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ള അതിനെ കുറിച്ച് പറയുന്നതാണ്. സഹകരണ സംഘടനകളെ പ്രൊമോട്ട് ചെയ്യുക, സഹകരണ സൊസൈറ്റികൾ ഉണ്ടല്ലോ അതിന്റെയൊക്കെ മാനേജ്മെന്റ്, അതിനെ കുറിച്ചൊക്കെ പറയുന്ന വകുപ്പാണ്, അനുച്ഛേദമാണ് 43B. അതിന്റെ ഭാഗമായിട്ട്, അതായത് 97-ാം ഭേദഗതി 2011 എന്ത് ചെയ്തു? ഈ സഹകരണ സംഘങ്ങൾക്ക്, കോഓപ്പറേറ്റീവ് സൊസൈറ്റീസിന് എന്ത് ചെയ്തു? കോൺസ്റ്റിറ്റ്യൂഷണൽ വാലിഡിറ്റി നൽകി. എന്നിട്ട് പാർട്ട് 9B-യിൽ അത് ഉൾപ്പെടുത്തി എന്ന് കൂടി ഓർക്കണം കേട്ടോ. പാർട്ട് 9B-യിൽ. അപ്പൊ 43B-യിൽ എന്താ പറയുന്നത്? സഹകരണ സംഘങ്ങളെ കുറിച്ചിട്ട് പറയുന്നതാണ്. അവരുടെ പ്രൊമോഷനും മാനേജ്മെന്റും കൺട്രോളും ഒക്കെ അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് അനുച്ഛേദം 43. സഹകരണ സംഘങ്ങൾ എന്ന് ഓർത്ത് വെച്ചാൽ മതി. ആർട്ടിക്കിൾ 19(1)(c) മൗലികാവകാശങ്ങൾ പറയുന്ന എന്താണ്? സംഘടനാ സ്വാതന്ത്ര്യത്തെ കുറിച്ച് പറയുന്നു. അതിനോട് കൂടിയിട്ട് സഹകരണ സംഘം കൂടി ചേർത്തിട്ട് പറയുന്നതാണ് ആർട്ടിക്കിൾ 43B എന്ന് ഓർക്കുക. പാർട്ട് 9B-യിലാണ് ഉൾപ്പെടുത്തിയത്. 97-ാം ഭേദഗതി 2011. ഓക്കെ അല്ലേ? അടുത്തത് നമ്മുടെ ഇപ്പൊ ഇന്ത്യയിലെ വിഷയമായിട്ടുള്ള യൂണിഫോം സിവിൽ കോഡ്. യൂണിഫോം സിവിൽ കോഡിനെ കുറിച്ച് പറയാണ്. അതായത് നമുക്കറിയാം ഇന്ത്യയിലെ നിയമങ്ങൾ 97% എല്ലാവർക്കും ഒരുപോലെ ആണെങ്കിൽ പോലും, ഈക്വൽ ജസ്റ്റിസ് എന്നൊക്കെ പറയുന്നുണ്ടെങ്കിൽ പോലും 2-3% നിയമങ്ങൾ ഒരുപോലെയല്ല. അതായത് ഇപ്പൊ മാരേജിൽ തന്നെ ഒരുപാട് നിയമങ്ങളുണ്ട്. സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്, ഹിന്ദു മാരേജ് ആക്ട് ഉണ്ട്, ക്രിസ്ത്യൻ മാരേജ് ആക്ട് ഉണ്ട്, മുസ്ലിം മാരേജ് ആക്ട് ഉണ്ട്, ഇതിലൊന്നും പെടാത്ത സ്പെഷ്യൽ മാരേജ് ആക്ട് ഉണ്ട്. അതുപോലെ പിന്തുടർച്ചാവകാശമൊക്കെ ഓരോ മതത്തിന്റെ ബേസിൽ ഡിഫറെന്റ് ആണ് വരുന്നത്. അപ്പോ ഇന്ത്യയിൽ ഈക്വൽ ജസ്റ്റിസ് ആണ് അല്ലെങ്കിൽ എല്ലാം പറയുന്നുണ്ടെങ്കിൽ പോലും ഒരു 2-3% എന്ത് ചെയ്യുന്നുണ്ട്? ഈക്വൽ ജസ്റ്റിസ് അല്ലെങ്കിൽ നിയമങ്ങളൊന്നും ഒരുപോലെയല്ല. ഇതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് ഞാൻ പറഞ്ഞത് ഈ മാരേജ് ആക്ട് ഒക്കെ. അപ്പം ഇന്ത്യയിൽ ഒരു ഏകീകൃത മായിട്ടുള്ള ഒരു നിയമം വരണം. അതിനാണ് യൂണിഫോം സിവിൽ കോഡ് എന്ന് പറയുന്നത്. നമുക്കറിയാം ഗോവയാണ് ആദ്യമായിട്ട് പാസ്സാക്കിയത് എന്നൊക്കെ പറയുന്നത്. പക്ഷെ യൂണിഫോം സിവിൽ കോഡ് പാസ്സാക്കണം എന്ന് പറയുമ്പോഴും ഈ ആർട്ടിക്കിൾ 44 കുറിച്ചിട്ട് ഒരുപാട് ചർച്ചാ വിഷയങ്ങൾ കറണ്ട് ആയിട്ട് വരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ യൂണിഫോം സിവിൽ കോഡ് ക്വസ്റ്റ്യൻ വരാൻ ചാൻസ് ഉണ്ട് കേട്ടോ. ക്വസ്റ്റ്യൻ വന്നിട്ടുണ്ടാവും പല പരീക്ഷകൾക്കും. ഇനിയും വരാൻ ചാൻസ് ഉണ്ട്. ആർട്ടിക്കിൾ 44, അനുച്ഛേദം 44 യൂണിഫോം സിവിൽ കോഡ് എന്ന് ഓർത്ത് വെക്കുക. ഇനി ആർട്ടിക്കിൾ 45 സൗജന്യ വിദ്യാഭ്യാസം. വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്നത്, അതായത് കുട്ടികൾക്കുള്ള ഫ്രീ ആയിട്ടുള്ള എഡ്യൂക്കേഷൻ, 6 വയസ്സ് വരെയുള്ള കുട്ടികളുടെ സംരക്ഷണവും വിദ്യാഭ്യാസവും ഒക്കെ മാതാപിതാക്കളുടെ, രക്ഷിതാക്കളുടെ കർത്തവ്യം അല്ലെങ്കിൽ അതാണെന്നുള്ള ഒരു മൗലിക കടമയിലും പറയുന്നുണ്ട്. അതുപോലെ ആർട്ടിക്കിൾ 21(a) മൗലികാവകാശത്തിലും പറയുന്നുണ്ട്. ആർട്ടിക്കിൾ 45 DPSP-യിലും പറയുന്നുണ്ട് ഫ്രീ എഡ്യൂക്കേഷൻ. ഇനി സൗജന്യ വിദ്യാഭ്യാസത്തെ കുറിച്ച് പറയുന്ന നിർദ്ദേശക തത്വങ്ങളിലെ വകുപ്പ് ഏതാണെന്ന് ചോദിച്ചാൽ പറയണം വകുപ്പ് 45. ഒരു കഴിഞ്ഞ LDC-ന്റെ ഖാദി ബോർഡിലാണോന്ന് അറിയില്ല, കഴിഞ്ഞ LDC TVM-ലാണോന്ന് അറിയില്ല, ചോദ്യം ഉണ്ടായിരുന്നു. സ്റ്റേറ്റ്മെന്റിൽ തന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആർട്ടിക്കിൾ 45 നടപ്പിലാക്കി. അപ്പൊ നമ്മൾ എന്താണ് ആർട്ടിക്കിൾ 45 എന്ന് ആദ്യം അറിയണ്ടേ? ആർട്ടിക്കിൾ 45 എന്ന് പറഞ്ഞാൽ എന്താ? ഫ്രീ എഡ്യൂക്കേഷൻ. അത് 2002-ലെ 86-ാം ഭേദഗതി പ്രകാരം നടപ്പിലാക്കിയ ഒരു കാര്യമാണ്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്കുള്ള വിദ്യാഭ്യാസം ആർട്ടിക്കിൾ 21(a) ഉൾപ്പെടുത്തിയിട്ടുണ്ട്.
അപ്പൊ നമ്മൾ അങ്ങനെയൊക്കെ ചിന്തിക്കണം. അങ്ങനെയൊക്കെ ക്വസ്റ്റ്യൻ വരുന്നുണ്ട് എന്ന് ഓർക്കണം കേട്ടോ. പിന്നെ ആർട്ടിക്കിൾ 46 SC ST സംവരണമാണ് പറയുന്നത്. അവരുടെ വിദ്യാഭ്യാസം കാര്യങ്ങളിലൊക്കെ അവർ സ്റ്റേറ്റിന് ശ്രദ്ധ വേണം എന്ന് പറയുന്നതാണ് വകുപ്പ് 46. അതായത് ടു പ്രൊമോട്ട് ദ എഡ്യൂക്കേഷണൽ ആൻഡ് എക്കണോമിക് ഇൻട്രസ്റ്റ് ഓഫ് SCs and other weaker sections of the society and to protect them from social injustice and exploitation. അതായത് ജാതി വർഗ വിഭാഗക്കാര്, അതുപോലെ സാമൂഹികവും സാമ്പത്തികവുമായിട്ട് പിന്നോക്കം നിൽക്കുന്ന സെക്ഷൻസ്, അങ്ങനെയുള്ളവരുടെയൊക്കെ വിദ്യാഭ്യാസം, അവരുടെ സാമൂഹിക സാമ്പത്തികമായുള്ള ജീവിത രീതി, സൊസൈറ്റിയിൽ അവരനുഭവിക്കുന്ന അനീതികള്, ചൂഷണങ്ങള്, അതിൽ നിന്നൊക്കെ അവരെ എന്ത് ചെയ്യണം, സംരക്ഷിക്കുകയും ഒക്കെ ചെയ്യേണ്ടത് സ്റ്റേറ്റിന്റെ കടമയാണെന്നോ, അല്ലെങ്കിൽ സ്റ്റേറ്റിന് അവരുടെ കാര്യങ്ങളിൽ ശ്രദ്ധ വേണം എന്നൊക്കെ പറയുന്ന വകുപ്പാണ് വകുപ്പ് 46. ഈ വകുപ്പ് 47 എന്താ പറയുന്നത്? വകുപ്പ് 47 എന്താ പറയുന്നത്? ടു പ്രൊഹിബിറ്റ് ദ കൺസംഷൻ ഓഫ് ഇൻടോക്സിക്കേറ്റിംഗ് ഡ്രഗ്സ് ആൻഡ് ഡ്രഗ്സ് ദാറ്റ് ആർ ഇൻജൂറിയസ് ടു ഹെൽത്ത്. അതായത് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന്, മെച്ചപ്പെട്ട ആരോഗ്യത്തിന് എന്ത് ചെയ്യണം? ലഹരി വസ്തുക്കളുടെ ഉപയോഗമൊക്കെ കുറയ്ക്കുക. അതുപോലെ നമ്മുടെ ആരോഗ്യത്തിന് ഹാനികരമായിട്ടുള്ള ലഹരികൾ ഉപയോഗിക്കുന്ന ലഹരികൾ അടങ്ങിയിട്ടുള്ള ഡ്രിങ്ക്സ് ഒഴിവാക്കുക. ഒക്കെയാണ് ആർട്ടിക്കിൾ 47 പറയുന്നത്. മെയിൻ ആയിട്ട് മദ്യനിരോധന നിയമം എന്തിന്റെ ബേസിലാണ് വന്നിട്ടുള്ളത്? അനുച്ഛേദം 47. ഇത്ര പഠിച്ചാൽ മതി. മദ്യനിരോധനം എന്ന് കുറിച്ച് പറയുന്ന അനുച്ഛേദം 47. ഇത്ര ഓർക്കാൻ പറ്റില്ലേ? അപ്പൊ നമ്മൾ പിന്നെ പറഞ്ഞത് നമ്മൾ 41 വരെ പറഞ്ഞിരുന്നു. ഈ 42 മുതൽ ഒന്നുകൂടി നമുക്ക് റിവൈസ് ചെയ്യാം. 42 എന്താ പറയുന്നത്? തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിൽ മാനുഷികമായിട്ടുള്ള പരിഗണന ലഭിക്കണം. മെറ്റർനിറ്റി റിലീഫിനെ കുറിച്ചൊക്കെ പറയുന്നത് 42-ലാണ്. ഈ 43-ൽ എന്താ പറയുന്നത്? സോഷ്യലിസ്റ്റ് ഐഡിയോളജി എന്താണ്? ലിവിങ് വേജ്, അതായത് തൊഴിലാളികൾക്ക് മിനിമം വേതനം ലഭിക്കണം ജീവിതം മുന്നോട്ട് മെച്ചപ്പെട്ട രീതിയിൽ കൊണ്ടുപോകാൻ വേണ്ടിയിട്ട്. പിന്നെ അതുപോലെ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്താണ്? കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കണം. ഈ 43B-ൽ എന്താ പറഞ്ഞ? സഹകരണ സംഘങ്ങളെ ചേർത്തിയത്. 97-ാം ഭേദഗതി 2011 പാർട്ട് 9B, അതായത് സഹകരണ സംഘങ്ങൾക്ക് കോൺസ്റ്റിറ്റ്യൂഷൻ വാലിഡിറ്റി നൽകിയിട്ടുള്ള ഭേദഗതി ഇതിന്റെ ബേസിലാണ് വന്നിട്ടുള്ളത്. അതൊക്കെ ഓർക്കുക. ഇനി അനുച്ഛേദം 44 യൂണിഫോം സിവിൽ കോഡ്, 45 ഫ്രീ എഡ്യൂക്കേഷൻ, 46 ST SC വിഭാഗക്കാരുടെ കാര്യങ്ങളിൽ വിദ്യാഭ്യാസങ്ങൾ, സാമ്പത്തികമായിട്ട് ഒക്കെ അവരുടെ ഇൻജസ്റ്റിസ്, അതുപോലെ എക്സ്പ്ലോയിറ്റേഷൻ, ഈ കാര്യങ്ങളൊക്കെ സ്റ്റേറ്റിന് ശ്രദ്ധ വേണമെന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 46. ഈ വകുപ്പ് 47 ആർട്ടിക്കിൾ 47 എന്താണ് പറയുന്നത്? ലഹരി വസ്തുക്കൾ, അതായത് ആരോഗ്യത്തിന് ഹാനികരമാകുന്ന ലഹരികളുള്ള ഡ്രിങ്ക്സ്, വെള്ളങ്ങള്, കുടിക്കുന്ന പാനീയങ്ങള്, അതുപോലെ തന്നെ പാനീയങ്ങള്, പിന്നെ നമ്മുടെ ലഹരി, നമ്മുടെ ജീവിതത്തിനും ആരോഗ്യത്തിനും ഒക്കെ ടോക്സിക് ആയിട്ടുള്ള ലഹരി, നമ്മുടെ ആരോഗ്യം തന്നെ നഷ്ടപ്പെടുത്തുന്ന ലഹരിയെ എന്ത് ചെയ്യണം? നിരോധിക്കുക. അതിന് മെച്ചപ്പെട്ട ജീവിത നിലവാരത്തിന് വേണ്ടിയിട്ട് ഇതെല്ലാം നിരോധിക്കണം എന്ന് പറയുന്ന ഒരു വകുപ്പാണ് വകുപ്പ് 47, ആർട്ടിക്കിൾ 47. അതിന് ബെസ്റ്റ് ഇങ്ങനെ ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ ബെസ്റ്റ് എക്സാമ്പിൾ എന്തായിരിക്കും വരിക? മദ്യനിരോധനത്തെ കുറിച്ച് പറയുന്നത് അനുച്ഛേദം 47. ഇനി നമ്മൾ അവസാന ഭാഗങ്ങളിലേക്ക് കടക്കുകയാണ്. അനുച്ഛേദം 48. അനുച്ഛേദം 48 എന്താ പറയുന്നത്? ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസ്. ടു ഓർഗനൈസ് അഗ്രികൾച്ചർ ആൻഡ് ആനിമൽ ഹസ്ബൻഡറി ഓൺ മോഡേൺ ആൻഡ് സയന്റിഫിക് ലൈൻസ്. അനുച്ഛേദം 42 എന്താ പറയുന്നത്? കൃഷി, മൃഗപരിപാലനം, അതൊക്കെ തനതായ ഇതിന്റെ സംരക്ഷണം. മലയാളത്തിൽ പറയുകയാണെങ്കിൽ കൃഷി, മൃഗപരിപാലനം ഒക്കെ തനതായ രീതിയിൽ സംരക്ഷിക്കുക. അഗ്രികൾച്ചർ, ആനിമൽ ഹസ്ബൻഡറി ഒക്കെ മോഡേൺ ആയിട്ടുള്ള ആധുനിക രീതിയിലും, അതുപോലെ ശാസ്ത്രീയപരമായിട്ടും എന്ത് ചെയ്യുക? അതിന്റെ മെച്ചപ്പെട്ട സംരക്ഷണം ഒക്കെ, അതിനെ കുറിച്ചൊക്കെ പറയുന്നതാണ് അനുച്ഛേദം 48. ഗോവധ നിരോധന നിയമം അനുച്ഛേദം 48-ന്റെ കീഴിലാണ് വരുന്നത് കേട്ടോ. ഗോവധ നിരോധന നിയമമൊക്കെ ഒരുപാട് ചർച്ചയായതാണ് ഇന്ത്യയിൽ. അപ്പോ അനുച്ഛേദം 48-നെ ബേസ് ചെയ്തിട്ടാണ് അവരിത് നടപ്പാക്കിയത്. അന്നുകൂടി ഓർക്കുക. ഇനി അനുച്ഛേദം 48A-ൽ എന്താ പറയുന്നത്? വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം സ്റ്റേറ്റിന്റെ കടമയാണെന്ന് പറയുന്നത്, സ്റ്റേറ്റിന്റെയും പൗരന്റെയും കടമയാണെന്ന് പറയുന്നതാണ് അനുച്ഛേദം 48A-ൽ. നമുക്ക് നോക്കാം. ടു പ്രൊട്ടക്ട് ആൻഡ് ഇംപ്രൂവ് ദ എൻവയോൺമെന്റ് ആൻഡ് ടു സേഫ് ഗാർഡ് ഫോറസ്റ്റ് ആൻഡ് വൈൽഡ് ലൈഫ്. അതായത് വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം സ്റ്റേറ്റിന്റെ കടമയാണ് എന്ന് പറയുന്നതാണ്
അനുച്ഛേദം 48A സ്റ്റേറ്റിന്റെ മാത്രമല്ല പൗരന്റെയും കൂടി കടമയാണ്. അതിന്റെ ബേസിലാണ് ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, പിന്നെ വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട് 1980, പിന്നെ ഗ്രീൻ ഇന്ത്യ മിഷൻ, അതുപോലെ തന്നെ ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002 ഒക്കെ വന്നിട്ടുള്ളത്. എന്തൊക്കെ പറഞ്ഞു? ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട് 1972, എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് 1980, ഗ്രീൻ ഇന്ത്യ മിഷൻ, ബയോഡൈവേഴ്സിറ്റി ആക്ട് 2002. ഇതെല്ലാം അനുച്ഛേദം 48A ബേസിൽ വന്നിട്ടുള്ള നിയമങ്ങളാണ്, ഓർത്ത് വെക്കണം. ഇനി അനുച്ഛേദം 49 എന്താ പറയുന്നത്? ടു പ്രൊട്ടക്ട് മോണുമെന്റ്സ്, പ്ലേസസ് ആൻഡ് ഒബ്ജക്ട്സ് ഓഫ് ആർട്ടിസ്റ്റിക് ഓർ ഹിസ്റ്റോറിക് ഇൻട്രസ്റ്റ് വിച്ച് ആർ ഡിക്ലെയർഡ് ടു ബി ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ്. എന്താ പറയുന്നത്? ദേശീയ പ്രാധാന്യമുള്ള ചരിത്ര സ്മാരകങ്ങൾ, സ്ഥലങ്ങള്, ഇനിയിപ്പോ എന്തെങ്കിലും വസ്തുക്കൾ ഉണ്ടെങ്കിൽ അവയുടെ എല്ലാം ചരിത്ര പ്രാധാന്യമൊക്കെ ഉള്ളതാണെങ്കിൽ അതിന്റെ എല്ലാം സംരക്ഷണത്തെ കുറിച്ച് പറയുക. സംരക്ഷണത്തെ കുറിച്ച് പറയുന്ന വകുപ്പാണ് വകുപ്പ് 49 അഥവാ അനുച്ഛേദം 49. അനുച്ഛേദം 49 എന്താ പറയുന്നത്? ചരിത്ര സ്മാരകങ്ങൾ, അതുപോലെ ഹിസ്റ്റോറിക്കലി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ദേശീയ പ്രാധാന്യമുള്ള സ്ഥലങ്ങള്, വസ്തുക്കള്, ഇവയുടെയൊക്കെ സംരക്ഷണം, അതിനെ കുറിച്ച് പറയുന്ന അനുച്ഛേദമാണ് 49. ഇനി അനുച്ഛേദം 50 എന്താ പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്, അതായത് കാര്യനിർവഹണ വിഭാഗം ഉണ്ടല്ലോ, അതും നമ്മുടെ നീതിന്യായ വിഭാഗവും തമ്മിലുള്ള വ്യത്യാസം അല്ലെങ്കിൽ സെപ്പറേഷൻ, അവ തമ്മിൽ ഒരു സെപ്പറേറ്റ് ആയിട്ട് നിൽക്കണം എന്ന് പറയുന്നതാണ് ആർട്ടിക്കിൾ 50 പറയുന്നത്. ആർട്ടിക്കിൾ 50 എന്താ പറയുന്നത്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. കാര്യനിർവഹണവും നീതി നിർവഹണം രണ്ടും രണ്ടാണ് എന്നതിന്റെ ആധാരം ആയിട്ട് പറയുന്ന ഒരു ആർട്ടിക്കിൾ ആണ് ആർട്ടിക്കിൾ 50, സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. ഇനി അടുത്തത് എന്താണ്? അനുച്ഛേദം 51. അനുച്ഛേദം 51 അവസാനത്തെ ആർട്ടിക്കിൾ ആണ് DPSPയിലെ. എന്താ പറയുന്നത്? To promote international peace and security and maintain just and honorable relations between nations, to foster respect for international law and treaty obligations, and to encourage the settlement of international disputes by arbitration. ഇതിൽ പറയുന്നത് ലോക സമാധാനം, ലോക സുരക്ഷയെ കുറിച്ചാണ്. അതായത് നമ്മുടെ രാഷ്ട്രം ലോക സമാധാനത്തിനും ലോക സുരക്ഷയ്ക്കൊക്കെ വേണ്ടിയിട്ടും രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ നല്ല രീതിയിൽ മുന്നോട്ട് പോകണം. അതുപോലെ തന്നെ അന്താരാഷ്ട്രപരമായിട്ടുള്ള നിയമങ്ങള്, ട്രീറ്റികള് അവയൊക്കെ ഉണ്ടെങ്കിൽ അതിനെയൊക്കെ അംഗീകരിക്കണം എന്നൊക്കെ പറയുന്നുണ്ട്. ഇപ്പൊ ചേരിചേരാ പ്രസ്ഥാനത്തിലൊക്കെ അങ്ങനെ ഒരുപാട് കാര്യങ്ങളുണ്ടല്ലോ. പിന്നെ UN-ലൊക്കെ ഒരുപാട് രാജ്യങ്ങൾ, അതായത് നമ്മുടെ രാഷ്ട്രം ലോക സമാധാനത്തിനും ലോക സുരക്ഷയ്ക്കും വേണ്ടി നിലകൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 51. അപ്പൊ ഒന്നുകൂടെ പറയാം, നമ്മൾ ഏത് മുതലാ പറഞ്ഞത്? അനുച്ഛേദം 47 മദ്യനിരോധനം, 48 കൃഷി മൃഗപരിപാലനം, ഗോവധ നിരോധന നിയമമൊക്കെ അതിന്റെ ബേസിൽ വരുന്നതാണ്. അനുച്ഛേദം 48A എന്താ പറയുന്നത്? വനം വന്യജീവി പരിസ്ഥിതി സംരക്ഷണം സ്റ്റേറ്റിന്റെ കടമയാണെന്ന് പറയുന്നതാണ്. അതിൽ ഇന്ത്യൻ ഫോറസ്റ്റ് ആക്ട് 1927, വൈൽഡ് ലൈഫ് പ്രൊട്ടക്ഷൻ ആക്ട്, പിന്നെ എൻവയോൺമെന്റ് പ്രൊട്ടക്ഷൻ ആക്ട്, ഗ്രീൻ ഇന്ത്യ മിഷൻ, ബയോഡൈവേഴ്സിറ്റി ആക്ട് ഒക്കെ 48A അണ്ടറിൽ വന്ന നിയമങ്ങളാണെന്ന് ഓർക്കുക. പിന്നെ 49 എന്താ പറഞ്ഞത്? ദേശീയ പ്രാധാന്യമുള്ള ചരിത്രപരമായി ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള സ്മാരകങ്ങൾ, സ്ഥലങ്ങൾ, വസ്തുക്കൾ എന്നിവയുടെയൊക്കെ സംരക്ഷണം. 50 എന്താ പറഞ്ഞത്? സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ്. 51 എന്താ പറഞ്ഞത്? ലോക സമാധാനം, ലോക സുരക്ഷ, പിന്നെ അതിനൊക്കെ വേണ്ടിയിട്ട് നമ്മുടെ രാഷ്ട്രം നിലകൊണ്ട് പ്രവർത്തിക്കണം എന്ന് പറയുന്ന അനുച്ഛേദമാണ് അനുച്ഛേദം 51. 36 പറഞ്ഞു, 37 പറഞ്ഞു, 38, 39, പിന്നെ 39A എന്ന് പറഞ്ഞ ഫ്രീ ലീഗൽ എയ്ഡ് ആണ്, ഓർക്കുക. പിന്നെ 40 എന്താ പറഞ്ഞത്? പഞ്ചായത്തുകളുടെ രൂപീകരണത്തെ കുറിച്ച്. പിന്നെ 41 എന്താ പറഞ്ഞത്? 41 എന്താ പറഞ്ഞത്? റൈറ്റ് ടു വർക്കുമായിട്ട് ബന്ധപ്പെട്ടുള്ള അനുച്ഛേദം. തൊഴിലില്ലായ്മ പരിഹരിക്കാനുള്ള നടപടി സ്വീകരിക്കുക, തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുക. പിന്നെ മെറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പറഞ്ഞത് അനുച്ഛേദം 42. 43ലോ ലിവിങ് വേജ്, അതായത് മെച്ചപ്പെട്ട വേതനം, മിനിമം വേതനം കൊടുക്കുക, മെച്ചപ്പെട്ട രീതിയിൽ അവരുടെ ജീവിതം സുരക്ഷിതമാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. 43Bയില് സഹകരണ സംഘങ്ങളെ കുറിച്ച് പറഞ്ഞു. 44 യൂണിഫോം സിവിൽ കോഡ്. 45 ഫ്രീ എഡ്യൂക്കേഷൻ. 46 SC ST വിഭാഗക്കാരുടെ
കാര്യത്തിൽ ശ്രദ്ധ അതിനെ കുറിച്ച് പറഞ്ഞു. 47 മദ്യനിരോധനം. 48 കൃഷി മൃഗപരിപാലനം. 48A വനം വന്യജീവി പരിസ്ഥിതി സംരക്ഷണം. 49 ചരിത്ര സ്മാരകങ്ങളുടെ സ്ഥലങ്ങളുടെ അതുപോലെ ദേശീയ പ്രാധാന്യമുള്ള വസ്തുക്കളുടെയൊക്കെ സംരക്ഷണം. 50 ജുഡീഷ്യറിയും എക്സിക്യൂട്ടീവും തമ്മിലുള്ള സെപ്പറേഷനെ കുറിച്ച് പറഞ്ഞു. 51 ലോകസമാധാനം, ലോക സുരക്ഷ എന്നിവയ്ക്കൊക്കെ വേണ്ടി രാഷ്ട്രം നിലകൊള്ളണം എന്നുകൂടെ പറഞ്ഞു. ഇങ്ങനെ 51, 36 മുതൽ 51 വരെ വകുപ്പുകൾ ക്ലിയർ ആയിട്ട് പറഞ്ഞു. അതിന് വന്ന PYQ രീതിയിൽ തന്നെ ഓരോ അനുച്ഛേദത്തിന് ബന്ധപ്പെട്ടിട്ട് വന്ന നിയമങ്ങളും എല്ലാം പറഞ്ഞിട്ടുണ്ട്. ഒന്നുകൂടെ ഓടിച്ചിട്ട് കേൾക്കുക, അങ്ങനെ റിവൈസ് ചെയ്യുക. ഓക്കെ അല്ലേ? ഇനി നമ്മൾ ഇതിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഒരു വെൽഫെയർ സ്റ്റേറ്റ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് 3 ഐഡിയോളജീസ് അല്ലെങ്കിൽ 3 ചിന്തകളിലൂടെയാണ് നമ്മളിത്, അത് ഭരണഘടനയിൽ പറഞ്ഞിട്ടില്ല, പക്ഷെ നമ്മളത് കാറ്റഗറൈസ് ചെയ്തിട്ടുണ്ട്, ടെക്സ്റ്റ് ബുക്കിലൊക്കെ ഉണ്ട്. ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ് ആൻഡ് ലിബറൽ. ഇപ്പൊ നമ്മൾ പറഞ്ഞു 43 എന്ന് പറയുന്നത് ഗാന്ധിയൻ ഐഡിയോളജി ഉണ്ട്, അതുപോലെ തന്നെ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ഉണ്ട്. അപ്പൊ തൊഴിൽ ചെയ്യുന്നവർക്ക് മിനിമം വേതനം കൊടുക്കുക, അവരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ട് എന്ന് പറയുന്ന ഒരു സോഷ്യലിസ്റ്റ് ഐഡിയോളജിയാണ്. പക്ഷെ കുടിൽ വ്യവസായങ്ങളുടെ സംരക്ഷണം, കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം എന്നൊക്കെ പറയുന്ന ഒരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ് അല്ലെ? അപ്പൊ അതൊക്കെ ഒന്ന് ഓർത്ത് വെക്കുക കേട്ടോ. അപ്പൊ സോഷ്യലിസ്റ്റ് ഐഡിയോളജി ആണ് 39 നമ്മൾ പറഞ്ഞ ഏറ്റവും ബെസ്റ്റ് എക്സാമ്പിൾ 39 ആണെന്ന് പറഞ്ഞു. ഡെമോക്രാറ്റിക് സോഷ്യലിസത്തെ കുറിച്ച് പറഞ്ഞിട്ടുള്ള 39. നമുക്ക് അതൊന്ന് നോക്കാം. ഞാൻ അത് ആദ്യം പറയാതിരുന്നത് ഇതെല്ലാ വകുപ്പുകളൊക്കെ എന്താന്ന് പറഞ്ഞിട്ട് അത് നമുക്ക് തരംതിരിക്കാന്ന് വെച്ചിട്ടാണ്. അപ്പൊ നമുക്ക് നമ്മുടെ ആദ്യത്തെ ഇതിലേക്ക് പോകാം. അത് നമ്മളെ പറഞ്ഞില്ലേ, ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് പറഞ്ഞില്ലേ. ആദ്യം നമുക്ക് ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് 43 നമ്മൾ പറഞ്ഞു. 43 ഉണ്ടോ ബ്രാക്കറ്റിൽ ഇട്ടിട്ട്? അതായത് 43-ല് 2 കാര്യങ്ങൾ പറയുന്നുണ്ട്. ലിവിങ് വേജിനെ കുറിച്ച് പറയുന്നുണ്ട്, അതൊരു സോഷ്യലിസ്റ്റ് ഐഡിയോളജിയാണ്. പിന്നെ കുടിൽ വ്യവസായങ്ങളെ കുറിച്ച് പറയുന്നുണ്ട്, അതൊരു ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. അതുകൊണ്ടാണ് 43 എടുത്തുള്ളത്. പിന്നെ 40-ൽ എന്താ പറയുന്നത്? ഗാന്ധിയൻ പ്രിൻസിപ്പിൾ എന്ന് പറഞ്ഞാൽ പഞ്ചായത്തുകളുടെ രൂപീകരണം, ഗാന്ധിയൻ ഐഡിയോളജി അല്ലേ. 46-ൽ എന്താണ് പറയുന്നത്? 46-ൽ എന്താ പറയുന്നത്? SC ST വിഭാഗക്കാരുടെ സംരക്ഷണം, അവരുടെ വിദ്യാഭ്യാസം, അതൊക്കെ സ്റ്റേറ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നതിനെ കുറിച്ചാണ് 46-ൽ പറയുന്നത്. ഇനി 48A-ൽ എന്താ പറയുന്നത്? വനം വന്യജീവി സംരക്ഷണം, പരിസ്ഥിതി സംരക്ഷണമാണ് 48A-ൽ പറയുന്നത്. ഈ സോഷ്യലിസ്റ്റ് ഐഡിയോളജീസ് ഏതൊക്കെയാണ്? 38-ൽ എന്താ പറയുന്നത്? ഡെമോക്രാറ്റിക് സോഷ്യൽ, അത് 39-ആണ്. 38-ൽ എന്താണ് പറയുന്നത്? രാജ്യം ഒരു സോഷ്യൽ ഓർഡർ, വെൽഫെയർ സ്റ്റേറ്റിന് മറ്റൊരു സോഷ്യൽ ഓർഡർ കീപ്പ് ചെയ്യണം, ഇനീക്വാലിറ്റീസ് ഒക്കെ മിനിമൈസ് ചെയ്യണം എന്ന് പറയുന്ന വകുപ്പാണ് വകുപ്പ് 38, ആർട്ടിക്കിൾ 38. സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിന് ഏറ്റവും വലിയ ഉദാഹരണം എന്ന് പറയുന്നത് അനുച്ഛേദം 39-ആണ്. അതായത് ഡെമോക്രാറ്റിക് സോഷ്യലിസത്തെ കുറിച്ച് പറയുന്നത് രാഷ്ട്രത്തിന്റെ വിഭവങ്ങള് അല്ലെങ്കിൽ സമ്പത്ത് മാത്രം കേന്ദ്രീകരിക്കാതെ എല്ലാവർക്കും തുല്യമായ രീതിയിൽ നീതിപൂർവമായിട്ടുള്ള വിതരണം, സ്ത്രീ പുരുഷ അതിനെക്കുറിച്ചൊക്കെ പറയുന്നതാണ് 39. ഈ 41-ൽ എന്താ പറയുന്നത്? ഗവൺമെന്റ് ചെയ്യണം, എല്ലാവർക്കും തൊഴിലില്ലായ്മ പരിഹരിക്കുന്നതിന് വേണ്ടിയിട്ട് പരിശ്രമിക്കണം, തൊഴിലവസരം സൃഷ്ടിക്കണം. അത് ഓൾഡ് ആണെങ്കിലും ഡിസേബിൾഡ് മുതിർന്ന പൗരന്മാരുടെ സംരക്ഷണ നിയമം 2007, അതുപോലെ ഡിസബിലിറ്റീസ് ആക്ട് 1995, ഇതൊക്കെ അന്നപൂർണ, ഇതൊക്കെ ഇതിന്റെ ബേസിൽ വന്ന നിയമങ്ങളാണെന്ന് പറഞ്ഞു. 41 പറഞ്ഞു. 42 എന്താണ്? തൊഴിലാളികൾക്ക് തൊഴിലിടങ്ങളിലും മാനസികമായിട്ടുള്ള പരിഗണന, മെറ്റേണിറ്റി റിലീഫിനെ കുറിച്ച് പറഞ്ഞിട്ടുള്ള, അതാണ് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിളിൽ വരുന്നതാണ്. അടുത്തത് ലിബറൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? 44 എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി ലിബറൽ എന്ന് പറഞ്ഞാൽ കുറച്ചുകൂടി പുരോഗമനപരമായിട്ടുള്ള ആശയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് ലിബറൽ പ്രിൻസിപ്പിൾസിൽ വരുന്നത്. 44 യൂണിഫോം സിവിൽ കോഡ്, അതായത് രാജ്യത്ത് ഒട്ടാകെ ഒരേ നിയമം. നമുക്കറിയാം 97% നമ്മുടെ ഇന്ത്യയിൽ നിയമങ്ങൾ തുല്യമാണെങ്കിലും, എല്ലാവർക്കും തുല്യമാണെങ്കിൽ പോലും ഈക്വൽ ജസ്റ്റിസ് ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ലോ എന്ന് പറയുന്നുണ്ടെങ്കിൽ പോലും നമ്മുടെ നിയമത്തിൽ എന്തുണ്ട്? 2-3% എല്ലാവർക്കും നിയമങ്ങൾ ഒരുപോലെയുള്ള അല്ല. എന്താണ് അതിൽ പറയുന്നത്? അതിന് ബെസ്റ്റ് എക്സാമ്പിൾ ആണ് മാരേജ് ആക്ട് ഒക്കെ, പിന്നെ പിന്തുടർച്ചാവകാശം ഒക്കെ. അതുകൊണ്ട് തന്നെ പുരോഗമനപരമായിട്ടുള്ള ഒരു ആശയം എന്ന രീതിയിൽ നമുക്ക് 44-നെ എടുക്കാം. 45 സൗജന്യ വിദ്യാഭ്യാസം. 49 എന്താ പറയുന്നത്? 49 എന്താ പറയുന്നത്? ചരിത്ര സ്മാരകങ്ങളുടെ സംരക്ഷണം, പിന്നെ സെപ്പറേഷൻ ഓഫ് ജുഡീഷ്യറി ഫ്രം എക്സിക്യൂട്ടീവ് ആൻഡ്
81 ലോക സമാധാനം, ലോക സുരക്ഷ ഇതിനൊക്കെ വേണ്ടിയിട്ട് രാഷ്ട്രം നിലകൊള്ളണം എന്നൊക്കെ പറയുന്നതാണ്. അപ്പം ഒന്നുകൂടെ പറയാം. ഗാന്ധിയൻ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? 43-ലെ ഏതാ ഗാന്ധിയൻ പ്രിൻസിപ്പിൾ? കുടിൽ വ്യവസായങ്ങളുടെ പ്രോത്സാഹനം. കുടിൽ വ്യവസായങ്ങളെ കുറിച്ച് പറയുന്നതാണ്. 43 ഒരു ഇത് ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. 40, 46, 48A. ഈ സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ഏതൊക്കെയാണ്? 38, 39, 41, 42. 43-ല് നമ്മള് ലിവിങ് വേജിനെ കുറിച്ച് പറയുന്നത് സോഷ്യലിസ്റ്റ് പ്രിൻസിപ്പിൾ ആണെന്ന് ഓർക്കുക. ലിബറൽ പ്രിൻസിപ്പിൾസ് ഏതൊക്കെയാണ്? 44, 45, 49, 50, 51. അത് ലിബറൽ പ്രിൻസിപ്പിൾസ് ആണ്. ഇനി ഈ 48A എന്ന് പറയുന്നത് വനം, വന്യജീവി, പരിസ്ഥിതി സംരക്ഷണം. ഇത് 42-ാം ഭേദഗതി പ്രകാരമാണ് നമ്മുടെ ഭരണഘടനയില് DPSP-യിൽ ചേർത്തിട്ടുള്ളത് കേട്ടോ. അതുകൂടെ ഓർക്കുക. 48A എന്ന് പറയുന്നത് 42-ാം ഭേദഗതി 1976-ലെ 42-ാം ഭേദഗതിയിൽ ഉൾപ്പെടുത്തിയതാണ് 48A എന്ന് പറയുന്നത്. അപ്പൊ നമ്മള് ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഏകദേശം എല്ലാം കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ പറഞ്ഞു ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഒരു രാജ്യത്തിന്, അതായത് ഭരണഘടനാ നിർമ്മാതാക്കള് ഭരണകൂടത്തിന് നൽകുന്ന ഉപദേശങ്ങളാണ്, അവരുടെ സ്വപ്നങ്ങളാണ് ഒരു വെൽഫെയർ സ്റ്റേറ്റ്, ഒരു ക്ഷേമ രാഷ്ട്രത്തിന് വേണ്ടിയിട്ട്. ഭാഗം 4 ഐറിഷ് കോൺസ്റ്റിറ്റ്യൂഷൻ കടമെടുത്തു. പിന്നെ കൃഷ്ണനും അർജുനനും തമ്മിലുള്ള സംവാദമാണ് ചിത്രം ആയിട്ട് കൊടുത്തിട്ടുള്ളത്. 36 മുതൽ 51 വരെ ആർട്ടിക്കിൾസ് 36 മുതൽ 51 വരെ ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. അതിൽ ക്വസ്റ്റ്യൻ വരുന്ന രീതിയിൽ തന്നെയാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. മനസ്സിലായിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. പിന്നെ നമ്മൾ 3 പ്രിൻസിപ്പിൾസിന്റെ ബേസിൽ ക്ലാസിഫൈ ചെയ്തു: ഗാന്ധിയൻ, സോഷ്യലിസ്റ്റ്, ലിബറൽ. അതിൽ 43 എന്ന് പറയുന്നത് സോഷ്യലിസ്റ്റും ആണ്, ഗാന്ധിയൻ പ്രിൻസിപ്പിൾ ആണ്. പിന്നെ 48A എന്ന് പറയുന്നത് 42-ാം ഭേദഗതി പ്രകാരമാണ് ചേർത്തിട്ടുള്ളതെന്ന് പറഞ്ഞു. പിന്നെ DPSP ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് പ്രചോദനമായിട്ടുള്ള ലോകത്തെ സ്വാധീനിച്ച വിപ്ലവങ്ങളിൽ ഏതൊക്കെ പെടുന്നതെന്ന് പറഞ്ഞാൽ അമേരിക്കൻ സ്വാതന്ത്ര്യ പ്രഖ്യാപനം, പിന്നെ അതുപോലെ ഫ്രഞ്ച് മനുഷ്യാവകാശ പ്രഖ്യാപനം. പിന്നെ DPSP ഉൾക്കൊള്ളിക്കാൻ വേണ്ടിയിട്ട് തേജ് ബഹദൂർ സാപ്രുവിന്റെ നേതൃത്വത്തിലുള്ള സാപ്രു കമ്മിറ്റി റിപ്പോർട്ട് ജസ്റ്റിസിബിൾ, നോൺ ജസ്റ്റിസിബിൾ അവകാശങ്ങൾ ചേർത്തത്. ഫണ്ടമെന്റൽ റൈറ്റ് ഒരു ജസ്റ്റിസിബിൾ ആണ്, റൈറ്റ് ആണ്. പിന്നെ DPSP എന്ന് പറയുന്നത് ന്യായവാദത്തിന് അർഹമല്ല, അഥവാ നോൺ ജസ്റ്റിസിബിൾ ആണ്. നെഗറ്റീവ് റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. DPSP പോസിറ്റീവ് റൈറ്റ് ആണ്. കാരണം സ്റ്റേറ്റ് നൽകുന്ന കാര്യങ്ങളാണല്ലോ. അപ്പൊ പോസിറ്റീവ് അങ്ങനെ എടുത്താൽ മതി. സ്റ്റേറ്റ് നമുക്ക് തരികയാണെങ്കിൽ, ഇപ്പൊ ഒരു ആള് നമുക്കൊരു കാര്യം ചെയ്തു തരികയാണെങ്കിൽ അത് പോസിറ്റീവ് ആയിട്ടല്ലേ, അത് അങ്ങനെ ആലോചിച്ചാൽ മതി. പിന്നെ സിവിൽ റൈറ്റ് ആണ് ഫണ്ടമെന്റൽ റൈറ്റ്. എന്നാൽ സോഷ്യൽ, എക്കണോമിക് ആൻഡ് പൊളിറ്റിക്കൽ റൈറ്റ് ആണ് DPSP എന്ന് പറയുന്നത്. പിന്നെ ഉദ്ധരണികളുണ്ട്. ഗവൺമെന്റിന്റെ സൗകര്യപൂർവ്വം മാറുന്ന ചെക്ക് ആണെന്ന് പറഞ്ഞു KT ഷാ. സാമൂഹികവും സാമ്പത്തികവും ഒക്കെ ആയിട്ടുള്ള സമഗ്രമായ, എന്താ പറഞ്ഞത് അംബേദ്കർ, എന്താ പറഞ്ഞത്, സാമൂഹ്യവും രാഷ്ട്രീയവും സാമ്പത്തികവുമായ സമഗ്ര പദ്ധതിയുടെ ആധാരമാണ് ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചേഴ്സ് ആണ് DPSP എന്ന് പറഞ്ഞതും BR അംബേദ്കർ ആണ്. പിന്നെ ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP-യും ഭരണഘടനയുടെ സംക്ഷിപ്തമാണെന്ന് പറഞ്ഞത് ഓസ്റ്റിൻ ആണ്, ഗ്രാൻവില്ലെ ഓസ്റ്റിൻ ആണ് എന്ന് പറഞ്ഞു. ഇപ്പൊ DPSP നടപ്പിലാക്കുകയാണെങ്കിൽ നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ട DPSP-ക്കാണ്. ഫണ്ടമെന്റൽ റൈറ്റ്സിന് പരിക്ക് പറ്റിയാലും DPSP നടപ്പിലാക്കുമ്പോൾ പ്രശ്നമൊന്നുമില്ല. പക്ഷെ ബേസിക് സ്ട്രക്ചർ മാറാൻ പാടില്ല എന്ന് പറഞ്ഞു. സുപ്രീം കോടതി പറഞ്ഞു ഫണ്ടമെന്റൽ റൈറ്റ്സും DPSP-യും ഭരണഘടന കെട്ടിപ്പൊക്കിയ സമയത്ത്, അല്ലെങ്കിൽ ഭരണഘടനയുടെ അടിത്തട്ടിൽ സന്തുലിതമായിട്ടുള്ള അടിത്തട്ടാണെന്നാണ് സുപ്രീം കോടതി മിനർവ കേസിൽ പറഞ്ഞത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു. പിന്നെന്താ പറഞ്ഞത്, 1935-ലെ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ആക്ടിൽ എങ്ങനെ ബ്രിട്ടീഷ് പാർലമെന്റ് ഇന്ത്യയിൽ ഭരിക്കണം എന്ന് പറഞ്ഞു. അതിന് തത്തുല്യമായിട്ട് ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് DPSP ആണെന്ന് പറഞ്ഞു. പിന്നെ ഓരോ വകുപ്പുകൾ പറഞ്ഞു. ഇത്രയൊക്കെ കാര്യങ്ങളുള്ളൂ DPSP-യിൽ. ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. ഇനിയിപ്പോ എന്തെങ്കിലും ഉൾപ്പെടുത്താനുണ്ടെങ്കിൽ നിങ്ങൾ പറഞ്ഞു തരിക അടുത്ത ക്ലാസ്സിൽ. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ ചോദിക്കുക. അപ്പൊ ഇന്നേക്ക് DPSP കംപ്ലീറ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ തിരുത്തുക. നമുക്കത് പറയാം, നമുക്ക് തിരുത്താം. ഒന്നുകൂടെ വായിച്ചു നോക്കുക PDF. അപ്പൊ ഓക്കെ, താങ്ക് യു.